അഭിമന്യ കെ എം ജോർജ് അച്ഛൻ, ആദരണീയനായ കെ വി പൗലോസ് അച്ഛൻ, സ്നേഹമുള്ള വൈദികരെ, സുഹൃത്തുക്കളെ, വിചാര സമാരംഭിച്ചിരിക്കുന്ന എക്സ്പ്ലോറേഷൻസ് ഇൻ ടു ദ ഹൊറൈസൺ ഓഫ് ഫെയ്ത്ത് എന്ന ഈ പരിപാടിയുടെ രണ്ടാം സെഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യും. ഇത് രണ്ടാം സെഷനാണ്. ഇതിനകത്ത് ചില പുതിയ അംഗങ്ങൾ കൂടെ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം വിചാര ഇത്തരമൊരു പഠന പരമ്പര സമാരംഭിക്കുവാനുള്ള പ്രചോദനത്തെക്കുറിച്ചും വിശദമായി പറഞ്ഞു. ഇന്ന് സമയക്ലിപ്തത പാലിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അന്നത്തെ നിർദ്ദേശമനുസരിച്ചാണ് 10 മണിക്ക് സെഷൻ ക്രമീകരിച്ചത്. പക്ഷേ പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ പങ്കെടുക്കേണ്ടവർക്കുള്ളത് കൊണ്ട് 10 മണി എന്നുള്ളത് ഒരുപക്ഷെ അന്നത്തെ നിർദ്ദേശമായിരുന്നെങ്കിലും പ്രായോഗികമല്ലെന്ന് തോന്നുന്നു. എങ്കിലും നമ്മൾ അധികം താമസിയാതെ ആരംഭിക്കും. 10:20 ഈ സെഷൻ തീരേണ്ടതാണ്. എങ്കിലും മറ്റു കുറച്ച് പേർ കൂടെ അച്ഛൻ്റെ പ്രഭാഷണം കേട്ടാൽ വളരെ താല്പര്യത്തോടുകൂടി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ആമുഖ വാക്കുകൾ അല്പം ദീർഘിപ്പിക്കുക. വിചാരയെക്കുറിച്ചും ഈ പരമ്പര ആരംഭിക്കുവാനുള്ള ഞങ്ങളുടെ പ്രേരണയെക്കുറിച്ചും ഞാൻ അധികം സംസാരിക്കുന്നു. വിചാര 25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു എക്യുമെനിക്കൽ, ഞങ്ങളതിനെ വിളിക്കുന്ന കളക്റ്റീവ് അക്കാഡമിക്സ് ആൻഡ് ആക്ടിവിസ്റ്റ്. അപ്പം ഈ വിചാരയുടെ പ്രവർത്തന മേഖലകളെ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അത് രണ്ടായിട്ട് തിരിക്കും. ഒന്ന് വിചാരം, 2 വിചാരം. ഇത് രണ്ടും വിചാര എന്നുള്ള വാക്കുകളിൽ നിന്ന് ഉദ്ഭൂതമാക്കും. വിചാർ ആ വാക്ക് വ്യക്തമാക്കുന്നത് പോലെ അഗാധമായ അന്വേഷണത്തിൻ്റെ, ശൈക്ഷണിക പ്രവർത്തനങ്ങളുടെ, പഠനത്തിൻ്റെ ഒക്കെ മേഖലയാണ്. ആ മേഖലകളിൽ ഞങ്ങൾ വളരെ ശ്രദ്ധേയമായ ചില ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പഠനങ്ങൾ നടത്തുന്നുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ചില പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിദേശ സർവകലാശാലകളുമായി ചേർന്ന് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ പരിപാടി ഒരു സ്കൂളാണ്, സ്കൂൾ ഓഫ് പീപ്പിൾസ് ഇക്കണോമിക്സ്. അപ്പോൾ അത് ഓഫർ ചെയ്യുന്നത് ചെന്നൈയിൽ. അതിൽ പങ്കെടുക്കുന്നവർ അവിടെ അപ്പോളോയിൽ, വാസന കെയറിലെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ. അപ്പം ഇന്നത്തെ സമ്പദ്ക്രമത്തെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനുള്ള ധീരമായ ഒരു പ്രയത്നം വിചാർ എന്ന് പറയുമ്പോൾ അതാണ്. 2 വിചാരം, കൺസേൺ, കരുതൽ. അതിനുവേണ്ടി ഒരുപക്ഷെ ഞങ്ങളത് ശ്രദ്ധേയമായ ഒരു പരിപാടി ആരംഭിച്ചത് സുനാമിയുടെ സമയത്തായിരുന്നു. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ NGO അല്ല, ബിഗ് ഫണ്ടഡ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് അന്ന് സുനാമി ഈ പണം ചെലവഴിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിലല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ദുരിതത്തിൻ്റെ ഭീകരതയുടെ അനുഭവം ഉണ്ടായവരുമായിട്ടുള്ള കൂട്ടായ്മ പങ്കിടാൻ. അപ്പം അത്തരം ചില ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് 1 കൊല്ലം ദീർഘിക്കുന്ന പ്രവർത്തനം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥിരമായ ക്ലാസ് നടത്തി. ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ സമയം എടുക്കുന്നില്ല. ആ ട്രോമ പങ്കിട്ട കുട്ടികളെ അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി 1 വർഷം ദീർഘിക്കുന്ന ക്ലാസ്സുകൾ നടത്തി. ഇതുപോലെ കുട്ടികളുമായിട്ടും യുവജനങ്ങളുമായിട്ടുമുള്ള പ്രവർത്തനങ്ങളാണ് ഈ വിചാരം, കൺസേൺ. അതിൻ്റെ ഒരു തലം ഞാനിപ്പം അല്പസമയം എടുക്കുന്നത് കുറച്ചുകൂടെ വന്നുകൊള്ളട്ടെ അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കാൻ എന്നതൊന്നുമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ഒറീസയിൽ ട്രൈബൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലുകൾ നടന്നു. അവിടെ നടന്നു ചെല്ലാനേ സാധിക്കും. 100% സാക്ഷരത.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനത്തെയുള്ള ജീവിതാവസ്ഥകളുമായിട്ടൊന്ന് കാണുന്നത് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടാണ്. മറ്റൊന്ന് ഞങ്ങളൊരു മിഷൻ പ്രോഗ്രാം യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്, മിഷനിന് ഗ്ലോബലൈസ്ഡ്. ഇപ്പം അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ യുവജനങ്ങൾ ശൈക്ഷണികമായ ചില അന്വേഷണത്തിൽ ഏർപ്പെടുക എന്ന് മാത്രമല്ല, അവരുടെ അനുഭവങ്ങളിലൂടെ ഇത്തരം ചില സാഹചര്യങ്ങളുമായിട്ട് അനുഭവങ്ങളുമായിട്ട് അഭിമുഖം ഉണ്ടാകുകയാണ്. അപ്പം ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പിന്നെ ഉണ്ടായ ചില ചിന്തകളാണ്. ആ ചിന്ത 3 പ്രധാനമായിട്ട്, ഒന്ന് എക്സ്പീരിയൻഷ്യലായിട്ടുള്ള, 2 ഇന്റലക്ച്വലായിട്ടുള്ള, 3 സ്പിരിച്വലായിട്ടുള്ള ചില എൻകൗണ്ടേഴ്സിലൂടെയാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. അല്ല, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അഗാധമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചുള്ള ഒരു അഗാധമായ അന്വേഷണം ആവശ്യമാണ്. ഒരേ സമയത്ത് നമുക്ക് വിശ്വാസത്തെ അഗാധമാക്കാൻ കഴിയണം, വിസ്തൃതമാക്കാൻ കഴിയണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ആമുഖ വാക്കുകളിൽ പറഞ്ഞു. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് വേദപുസ്തകം പ്രഥമ അടിസ്ഥാനമായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സാക്ഷ്യം, ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. നമ്മൾ അത്ര കാഷ്വലായിട്ട് ആ വാക്ക് അത് വായിച്ചു പോകും. പക്ഷെ സൃഷ്ടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ സ്വത്വത്തെ പകർന്നു നൽകുന്നതാണെങ്കിൽ അതല്ലേ സൃഷ്ടിയാവുകയുള്ളൂ. ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് നിർമ്മാണമെന്നോ മാനുഫാക്ചറിങ്ങോ മേക്കിങ്ങോ ഒക്കെ പറയാം. പക്ഷെ സൃഷ്ടിച്ചു എന്നുള്ള ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നാം പറയുന്നത് എന്താ? ദൈവം തൻ്റെ സ്വത്വത്തെ ഏതോ അളവിൽ, വളരെ റൂഡിമെന്ററി ഫോമിലായിരിക്കും, സൂക്ഷ്മാംശങ്ങളിലാണെങ്കിൽ പോലും ആകാശത്തിനും ഭൂമിക്കും എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന് പകർന്നു നൽകി ഇല്ലേ? അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല, ദൈവം ഉണ്ടാക്കിയെന്ന് പറയാൻ. പക്ഷെ നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത് ഈ പ്രസ്താവനയിൽ നിന്നാണ്. ദൈവം തൻ്റെ സ്വത്വത്തെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഉള്ളിൽ തട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആകാശത്തിനും ഭൂമിക്കും, കാണുന്നതിനും കാണാത്തതുമായ എല്ലാറ്റിനും തൻ്റെ സ്വത്വത്തെ തന്നെ പകർന്നു നൽകിയതെങ്കിൽ ഈ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ സമീപനം ആകെ മാറും. അവിടെ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക് വളരെ അർത്ഥവത്തായിട്ട് മാറുന്നത്. ദൈവം തന്റെ സ്വത്വത്തെ പകർന്നു നൽകിയതെല്ലാം നമ്മോട് സംസാരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നേച്ചർ സ്ക്രിപ്റ്റ്. പ്രകൃതി തന്നെ ദൈവത്തെക്കുറിച്ച് നമ്മോട് സാക്ഷിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു പല എക്സ്പീരിയൻഷ്യൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ ഞങ്ങളുടെ പ്രയാണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ബോധ്യമായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സീമകളെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അഗാധമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അത് കെ.എം. ചർച്ചിനുമായിട്ട് പങ്കിട്ടപ്പോഴാണ് അച്ഛൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അച്ഛൻ അതിനുവേണ്ടി സമയവും ശ്രദ്ധയും മാറ്റിവെക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് ഈ പരമ്പര ആരംഭിച്ചത്. അപ്പൊ ഈ ആദ്യത്തെ സെഷനിലെ നമ്മുടെ ടോപ്പിക്ക് നേച്ചർ സ്ക്രിപ്ചർ എന്നുള്ളത്. അതിൻ്റെ ആ പ്രബന്ധം ഒരുപക്ഷെ അന്നത്തെ ലെക്ചർ നോട്ട്സ് നമ്മൾ ഒത്തിരി പേർക്ക് കിട്ടിയത് അത് സാധ്യതയില്ല, സർക്കുലേറ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു താല്പര്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പം കോട്ടയത്തെ ഒരു കൊച്ചു പട്ടണത്തിലെ ഒരു കൊച്ചു മുറിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പം അതിശയം തോന്നാം. പക്ഷെ ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരും ഇതിനകത്തൊരു താല്പര്യമുണ്ടായിട്ട് ഈ അന്വേഷണം അവരും നമ്മളോട് ആത്മീയമായി പങ്കുചേരുകയാണ് ഈ പ്രയാണത്തിൽ, ജേർണി ടുഗദർ. ഇന്ന് എനിക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മുടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർമ്മയിൽ വയ്ക്കണമെന്ന് പങ്കിടാനുള്ളത്. അത് ഒന്നാമത്തെ കാര്യം ഒരു ഹോൾ ഓഫ് പ്രയർ നമുക്കറിയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിദ്യാഭ്യാസ ദാർശനികനാണ്.
അത് പക്ഷെ നമ്മൾ പോലും അതിൻ്റെ സ്വാധീനം അറിയത്തില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മലയാളം ആൽഫബറ്റ് പഠിച്ചത് ആ ഈ ഊ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇന്ന് കുട്ടികൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ആ സ്വാധീനം എവിടെ നിന്നുണ്ടായി? ആ സ്വാധീനം ഉണ്ടായതിന് കാരണം ഈ പോളോ ഫ്രയറാണ്, ഈ ലാറ്റിൻ അമേരിക്കൻ എഡ്യൂക്കേഷണൽ ഫിലോസഫറാണ്. കാരണം അദ്ദേഹം പറഞ്ഞു പഠനം ആരംഭിക്കേണ്ടത് അനുഭവങ്ങളിൽ നിന്നാണ്, അല്ലാതെ പിന്നെ ആബ്സ്ട്രാക്റ്റ് കേവലമായിട്ട്. ആ ഈ എന്ന് പറയുമ്പോൾ അതേസമയത്ത് ഇപ്പം പഠിപ്പിക്കുന്ന തറ പന എന്നൊക്കെ പറഞ്ഞു അത് അവർ അറിയാത്ത ആരും ഒരു കുഞ്ഞും കാണുന്നില്ല. പനയുള്ള സ്ഥലത്താണ് പന എന്ന് പറഞ്ഞത്. അപ്പം ആ കൊച്ചു സൗകര്യപ്രദമായ അക്ഷരങ്ങളിൽ നിന്നാണ് ഇന്ന് ആൽഫബറ്റ് പഠിക്കുന്നത്. ഈ ഇത്തരത്തിൽ വിദ്യാഭ്യാസ ദർശനത്തെ മൗലികമായി സ്വാധീനിച്ച ഒരു ദാർശനികനാണ് പോളോ ഫ്രയർ. അദ്ദേഹം നടത്തിയ വളരെ അഗാധമായ ഒരു പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സെന്റൻസ് വളരെ ശ്രദ്ധേയമായ പ്രസ്താവന. ആ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് us not to assume that the obvious is well understood. നമ്മുടെ ഈ പിന്നെ സഭാ വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്ന നമ്മെപ്പോലുള്ള ഒരു സംഘത്തിന് ഒരുപക്ഷെ അല്പം മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസമുള്ളൊരു കാര്യം. എന്താ വാചകം? എക്സ്പീരിയൻസ് ഹാസ് taught us not to assume that the obvious is well understood. നല്ലതുപോലെ മനസ്സിലായി എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലായിട്ടുള്ളതല്ല എന്ന് ഒന്ന് ധരിക്കാൻ അനുഭവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എക്സ്പീരിയൻസ് ഹാസ് taught us not to assume that the obvious is well understood. ഞാൻ പെട്ടെന്നൊരു മാത്തമാറ്റിക്കൽ എക്സാമ്പിൾ നോക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളിൽ ആരും ഇതുവരെ സർക്കിൾ കണ്ടിട്ടില്ല. നിങ്ങളോട് ഞെട്ടുമോ, ചുവരായി ചാടിയിരിക്കുമോ? ഞാൻ പറയുന്നു, നിങ്ങളിൽ ആരും, ഒരു മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയല്ല, നിങ്ങളിൽ ആരും സർക്കിൾ ഇതുവരെ കണ്ടിട്ടില്ല. സമ്മതിക്കുകയില്ലയോ? ഞാൻ പറയുന്നു, മാത്തമാറ്റിക്സ് വിദ്യാർത്ഥി പറയുന്നു, നിങ്ങൾ ആരും ഇതുവരെ സർക്കിൾ കണ്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കുന്നുണ്ട്, ആ പോകുന്നത് ഞങ്ങൾ 10 സർക്കിളല്ല 1000 സർക്കിൾ തന്നെ കാണിച്ചു തരാമല്ലേ? പക്ഷെ സർക്കിളിന്റെ നിർവചനം എന്താ? സർക്കിളിന്റെ നിർവചനം a set of points lying at a constant distance from a fixed point on the same plane. അത് തർക്കമില്ലല്ലോ. മാത്തമാറ്റിക്സ് പഠിച്ചവർ ഇവിടെ കാണും. തർക്കമില്ലല്ലോ. A set of points lying at a constant distance from a fixed point on the same plane. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ്. പക്ഷെ പോയിന്റ് എന്ന് പറയുന്നത് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നതാണ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മാത്രമുള്ള ഒരു ആശയമാണ്. പക്ഷെ നമ്മള് കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഉടനെ പ്രശ്നമാണ്, അത് പോയിന്റ് അല്ലാതെ. അപ്പൊ നമ്മൾ കണ്ടതൊന്നും സർക്കിളല്ല. ആലോചിച്ച് നോക്കിയത് ഞെട്ടലില്ലേ നിങ്ങൾക്ക്? ഇത്ര വ്യക്തമായിട്ട് അറിയാമെന്ന് പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. സത്യം അതല്ലേ? ഈ സർക്കിള് നമ്മൾ കണ്ടതൊന്നും സർക്കിൾ അല്ലെന്നും സർക്കിളിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത് സർക്കിളല്ല, പിന്നിതെന്താ? സർക്കിളിന്റെ ഒരു പ്രതിനിധാനം, ഒരു ചിത്രം, ഏകദേശമൊക്കെ അങ്ങനെ. ഇത് സർക്കിളിനെ കുറിച്ച് ഇത് സത്യമാണെങ്കിൽ നമ്മുടെ മറ്റെന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ഇത് സത്യമായിരിക്കും അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ എക്സ്പ്ലോറേഷൻ ഇൻടു ദ ഹൊറൈസൺ ഓഫ് ഫെയ്ത്ത് ആരംഭിക്കേണ്ടത് ഈ ഒരു കാര്യം വിജയപൂർവ്വം സമ്മതിച്ചുകൊണ്ടാണ്. എന്താണത്? എക്സ്പീരിയൻസ് ഹാസ് taught us not to assume that the obvious is well understood. ഒരു കാര്യമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത് ഇത് എക്സ്പ്ലോറേഷൻ ഇൻടു പര്യവേക്ഷണം അല്ലേ? പര്യവേക്ഷണത്തിൽ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന ഒരു യാനമുണ്ട്, ഒരു വാഹനമുണ്ട്. അത് നമ്മുടെ ചിന്താരീതിയാണ്. നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന എന്തിനും ഒരു അനാലിസിന്
ലോജിക് സിസ്റ്റമുണ്ട്, യുക്തിജാലമുണ്ട്, യുക്തിയുണ്ട്. ആ യുക്തി എന്താണെന്ന് നമ്മൾ തന്നെ ഒരിക്കലും അത് സെൽഫ് ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം, വേദപുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണം. ആ ഉദാഹരണം അതിശ്രദ്ധേയമാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് ആ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഒരു മല മുകളിലാണ്. അല്പം അലങ്കാരിക ഭാഷകൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം 12 പേരെ തെരഞ്ഞെടുത്തപ്പം അവരെന്തിനാ തെരഞ്ഞെടുത്തത്? ടു ബി വിത്ത് ഹിം, ടു ഹീൽ ദ സിക്ക്, to preach the good news and to cast out demons. അല്ലേ? അപ്പം ഈ 12 പേര് തെരഞ്ഞെടുത്തപ്പം to preach the good news, ആദ്യം to be with him, യേശുവിനോടൊപ്പം ഇരിക്കാൻ, പിന്നെ സുവിശേഷം പ്രസംഗിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം. 12 പേരും വളരെയേറെ ആഹ്ലാദകരമായി. അവരെന്നിട്ട് പിന്നെ മലയിറങ്ങി താഴെയോട്ട് വരുന്ന ആദ്യ അവസരത്തെ കുറിച്ച് അവിടെ ഒരു വിവരണമുണ്ട്. അവർ കേൾക്കുന്നതല്ല, വന്ന് വലിയ എക്സൈറ്റഡ് ആയിട്ട് വന്നു, ശരിയാണ് എക്സൈറ്റഡ് ആയി അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ആൾക്കൂട്ടം തിങ്ങിക്കൂടിയിരുന്നെന്നാണ് പറയുന്നത്, ഇല്ലേ? അങ്ങനെ ആയിരുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആൾക്കൂട്ടം തിങ്ങിക്കൂടി. പക്ഷെ അവർ ആദ്യം കേൾക്കുന്നത് എന്താ? നിങ്ങളുടെ ഗുരുവിന് ഭ്രാന്താണ്. സാധാരണ ഭാഷയിലും ഭ്രാന്താണ്. ഈസ് ഔട്ട് ഓഫ് ഹിസ് സെൻസസ് എന്നല്ലേ? എന്നിട്ട് വീട്ടുകാർ വന്ന് യേശുവിനെ വിളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങും. ശിഷ്യത്വത്തിൽ ആദ്യം കേൾക്കുന്ന പ്രസ്താവന നിങ്ങളുടെ ഗുരുവിന് ഈസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. തർക്കമുണ്ടോ? അതെന്തുമാത്രം പ്രശ്നം അവർക്കുണ്ടാക്കി കാണും. അവർ വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചവനാണ്. ചിലർക്ക് മാതാപിതാക്കന്മാരെ വിട്ട് അനുഗമിച്ചു, ഒരാളാണെങ്കിൽ മറ്റൊരു ഗുരുവിനെ വിട്ട് അനുഗമിച്ചവരാണ്, ഒരാൾ അനുഗമിച്ചവനാണ്. അപ്പൊ ഒരു കോസ്റ്റ് പേ ചെയ്തതിന് ശേഷം യേശുവിന്റെ കൂടെ കൂടിയവർ കേൾക്കുന്ന ആദ്യ കാര്യം എന്താണ്? അവരുടെ ഗുരുവിന് ഭ്രാന്താണ്. സാധാരണ വാക്ക് ഉപയോഗിച്ച് ഒരു ഭ്രാന്തൻ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടം കാണോ? അച്ഛൻ പറയുന്നത് സെൻസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിന് വരും. ഇതുപോലെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുമോ? ശിഷ്യത്വം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു കോസ്റ്റ് പേ ചെയ്തവരാണ് അവർ കേൾക്കുന്ന അതിന്റെ തീവ്ര അനുഭവത്തിൽ. അന്നത്തെ ആദ്യത്തെ വാക്കുകൾ നോക്കത്തെ, എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് us not to assume that all this is well understood. ഞാൻ ഒരു ചെറിയ പ്രസ്താവന നടത്തുകയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അവരനുഭവിച്ച തീവ്രവേദനയുടെ ആഴങ്ങളിലേക്ക് ഒരിക്കലും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുമോ? ഉത്തരം പറയണ്ട, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചില്ല. പക്ഷെ ശിഷ്യന്മാർ അന്ന് കേട്ട, അവരെ ഞെട്ടിപ്പിക്കുന്ന, അവരെ കരയിപ്പിക്കുന്ന പ്രസ്താവനയുടെ ആഴങ്ങളിലേക്ക് പോയോ എത്ര പേരുടെ കേട്ടത്? എനിക്ക് യാതൊരു സംശയമില്ല, നിങ്ങൾ അവിടെ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളത്. അതാണ് എക്സ്പീരിയൻസ് ആസ്. ആ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസിലോട്ട് നിങ്ങൾ കടന്നില്ല. എന്നിട്ട് അപ്പം ശിഷ്യന്മാർ സ്വാഭാവികമായിട്ട് അവരൊന്നിച്ചു കൂടി, ശരിയാണ് നിങ്ങളുടെ ഗുരുവിന് നല്ല സെൻസ് ഇല്ലേ? എന്നിട്ട് അവര് ഒരു അല്പം ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ ഒരു റെറ്ററിക്കലായിട്ട് ഞാൻ പറയും അവര് ശിഷ്യന്മാരെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചു, അതെ നിങ്ങളുടെ ഗുരുവിന് ഭ്രാന്താണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ശിഷ്യത്വത്തിൽ തുടരും. കാരണം ശിഷ്യത്വത്തിൽ തുടർന്നുള്ളത് സത്യമാണ്, അല്ലേ? ചരിത്ര സത്യം. പക്ഷേ ഞങ്ങളുടെ ഗുരുവിന് ഭ്രാന്താണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ശിഷ്യത്വത്തിൽ തുടരും. ശിഷ്യത്വത്തിൽ ഭ്രാന്താണെന്ന് പറയാൻ എന്താ കാര്യം? പിന്നെ മർക്കോസിന്റെ സുവിശേഷം മുൻ അധ്യായത്തിൽ പറയുന്നുണ്ട്, he stretched out his hands and touched a leper. കുഷ്ഠരോഗിയെ കൈനീട്ടി തൊട്ടു. നമ്മൾ ആരെങ്കിലും ചെയ്യൂ? 2000 വർഷത്തിന് ശേഷം ലെപ്രസിയെ കുറിച്ച് നല്ല ധാരണയുള്ള ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുമോ? കുഷ്ഠരോഗിയെ അറിഞ്ഞുകൊണ്ട് കൈനീട്ടി തൊടും. ശബത്ത് ലംഘിച്ചു. പിന്നെ മറ്റു പുരോഹിതന്മാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള പാപമോചനം നൽകി. ഇതെല്ലാം അതിന് മുമ്പിലത്തെ ഭാഗത്ത് പറയുന്നു. അപ്പം യേശു ചെയ്യുന്നത് ഈ ലോകത്തിന്റെ യുക്തി അനുസരിച്ചാണെങ്കിൽ കുഷ്ഠരോഗിയെ തൊടാതിരുന്നെങ്കിൽ കുഷ്ഠരോഗിയെ തൊടുന്നവർക്ക് അശുദ്ധനാകും.
പാപമോചനം നൽകാതിരുന്നെങ്കിൽ, ശബത്ത് ലംഘിക്കാതിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ യുക്തിവിചാരമാണ്. പക്ഷെ ആ യുക്തിവിചാരത്തോടുകൂടി 12 ശിഷ്യന്മാർക്കും യേശുവിനെ പിന്തുടരാൻ സാധിക്കും. യേശുവിനെ പിന്തുടരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? കുഷ്ഠരോഗിയെ തുടങ്ങുന്നത് അസ്വാഭാവികമല്ല. കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാകുകയില്ല. ശബത്ത്, മനുഷ്യർക്ക് വിരുദ്ധമായ ശബത്ത് ആചരണങ്ങൾ ലംഘിക്കുന്നത് തെറ്റില്ല എന്നുള്ള വിചാരത്തിൽ വരുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ക്രിസ്തീയ ശിഷ്യത്വം, ഇതും ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ ക്രിസ്തീയ ശിഷ്യത്വം നമുക്ക് അർത്ഥവത്തായിട്ട് തുടരണമെങ്കിൽ, ഈ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയൊരു യുക്തി വിചാരം വേണം, പുതിയൊരു ലോജിക് സിസ്റ്റം വേണം. അതുകൊണ്ട് നമ്മുടെ ഈ എക്സ്പ്ലോറേഷൻ ഇൻ ദ ഹൊറൈസൺ ഓഫ് ഫെയ്ത്തിൽ ഈ 2 കാര്യങ്ങളും പ്രാഥമികമാണ്. നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് നമുക്കൊരു പുനർവിചാരം വേണം, ധൈഷണിക ചിന്തകളെ കുറിച്ചും പുനർവിചാരം വേണം. 2, ഈ എക്സ്പ്ലോറേഷനിൽ അർത്ഥവത്തായി പങ്കെടുക്കണമെങ്കിൽ, ആത്മാർത്ഥമായി പങ്കെടുക്കണമെങ്കിൽ, ആഴങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ചിന്താരീതി വേണം, വേറൊരു ലോജിക്കൽ സിസ്റ്റം. ഇത് 2 ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊഷ്മളമായ സ്വാഗതം, നിർഭരമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അച്ഛൻ കേന്ദ്രച്ചൻ നമ്മളുടെ ആദ്യത്തെ സെഷന് ശേഷം ഇതിനിടയിൽ സെർബിയയിലും ഗ്രീസിലും ഒക്കെ യാത്ര നടത്തി, പിന്നെ വളരെ ആവശ്യമായി വന്നെങ്കിൽ പോലും ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയും ഇതിന് വളരെ താല്പര്യമെടുക്കുകയും അച്ഛൻ്റെ തിരക്കിനിടയിൽ ഇതിനെ വളരെ ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യമായി കണക്കിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദരവോടെ സ്വാഗതം. പൗലോസ് അച്ഛൻ വിചാരയുടെ ഭാഗം തന്നെയാണ് ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും അച്ഛൻ്റെ സമയവും ശ്രദ്ധയും എടുക്കുന്നുണ്ട്. അച്ഛൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ മേഖലകളിലെല്ലാം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വിചാരയുടെ ഭാഗം തന്നെയായ പ്രൊഫസർ കെ.വി. പൗലോസ് അച്ഛൻ ഈ സെഷൻ ചെയർ ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യും. നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് സമയം എടുത്തത്, നിങ്ങൾ ക്ഷമിക്കുക. കെ.വി. പൗലോസ് അച്ഛൻ ചില ആമുഖ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. താങ്ക് യു. പ്രൊഫസർ വെങ്കിട്ടരാമൻ എന്ന പ്രഗത്ഭനായ കണക്ക് പ്രൊഫസറായിരുന്നു ഞങ്ങളെ ആ ക്ലാസ് എടുക്കാൻ വന്നത്. അതിന്റെ സ്വാർത്ഥത്തിൽ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ മഹത്വം, അതിന്റെ വലിപ്പം, അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ മണ്ടത്തരാകും. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നെൻ്റെ വിചാരം. അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ മനസ്സിന്റെ ചെറുപ്പം കൊണ്ടാണ് തോന്നുന്നേ എന്നുള്ളത്. എന്തുമാകട്ടെ, ഇത് നമ്മുടെ വിശ്വാസത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയമെൻഷനിലേക്കാണ് മാമൻ വർക്കി ബഹുമാനപ്പെട്ട അച്ഛനെ നയിച്ചിരിക്കുന്നത്. അതിന് വളരെ യുക്തമായ, വളരെ അനുയോജ്യനായ ഒരു ആളെ നമുക്ക് കിട്ടിയെന്നുള്ളത് വളരെ അനുഗ്രഹകരമാണ്. നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിൽ തന്നെ, ഉദാഹരണത്തിന് പ്രാർത്ഥനയിലെ സങ്കീർത്തനം ഏതാണ്? 113 സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള ഭാഗത്ത് പ്രകാശത്തിന്റെ സൃഷ്ടാവിന്റെ സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ, നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. ഇങ്ങനെ തുടങ്ങി സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകും. ഇങ്ങനെ വളരെ വളരെ വളരെയേറെ ഉണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അതുപോലെ ദാവീദും എല്ലാം ഈ സൃഷ്ടിയുടെ അതിന്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അത് നമ്മുടെ ഒരു അജണ്ടയായിട്ട് എടുക്കുന്നില്ല, പഠനത്തിന് നമ്മൾ അതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പരിമിതി എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ഈ പരിമിതി വിട്ട് നമുക്ക് ഉയരണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് പാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ചർച്ച് വർക്കേഴ്സ് ആയിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തകരായിക്കോട്ടെ. ഈ സൃഷ്ടിയുടെ അർത്ഥവും അതിൻ്റെ മർമ്മവും അതിൻ്റെ വ്യാപ്തിയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിയോളജി, ഒരു ദൈവവിശ്വാസം, ഒരു ദൈവത്തെ അറിയല് രൂപപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമം വിജയപ്രദമാകട്ടെ. അതിനുള്ള
എല്ലാ സഹകരണങ്ങളും, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇതിന്റെ എൻഡിങ് കേട്ടാൽ പോലും ആർക്കും വരാൻ തോന്നില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത് നിങ്ങൾ വന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റ് ഓൺ യുവർ പാർട്ട്. നമ്മുടെയൊക്കെ അന്വേഷണ ബുദ്ധിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രചോദനമാണ് എന്ന് കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എം ജോർജ് അച്ഛനെ പ്രസന്റേഷന് ക്ഷണിക്കുന്നു. നന്ദി. വൈദികരെ, സഹോദരങ്ങളെ, പേപ്പർ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. വീട്ടിൽ പോയി വിശദമായി വായിച്ച് പഠിച്ചാൽ മതി. ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ ഇതിൻ്റെ കണ്ടന്റ് അറിയാവുന്ന പച്ച മലയാളത്തിൽ അത് വിശദമാക്കാൻ ശ്രമിക്കാം. ദൈവവും ലോകവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതാണ് ഇതിൻ്റെ വിഷയം. നമ്മുടെ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ നടന്നതായ അച്ഛൻ്റെ പ്രധാന പ്രഭാഷണത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. ദൈവവും ലോകവും തമ്മിൽ, ദൈവവും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും ലോകവും തമ്മിൽ, ഇങ്ങനെ 3 ബന്ധങ്ങൾ ഉണ്ട്. എന്തിനാണ് ഈ ബന്ധങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് എന്ത് ചിന്തിച്ചാലും ഈ ബന്ധങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബന്ധങ്ങളെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ മറ്റ് ചിന്തകളെല്ലാം വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പറ്റിയുള്ള ക്ലാരിറ്റി നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല. ഇത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഡോക്ടറൽ ഡിസർട്ടേഷനായ കോസ്മിക് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും എനിക്ക് ആശയങ്ങൾ എത്തിയിട്ടുള്ളത്. 1982 അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ കോട്ടയത്ത് മനോരമയിൽ വെച്ച് അതിൽ സംബന്ധിക്കുവാനും ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ അതിൽ പിന്നെ ആ പുസ്തകം ഞാനൊരു ട്രഷർ പോലെ ഞാൻ സൂക്ഷിക്കുന്നു. അത് പല പ്രാവശ്യം വായിക്കാൻ, അധികമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പല പ്രാവശ്യം വായിക്കാനും കുറേയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പേപ്പർ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേപ്പർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, കാരണം അതിനകത്ത് ചില പടങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെ കണ്ടന്റൊന്നും എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, പക്ഷേ ഈ പടവും അങ്ങനെ മനസ്സിലാകാത്ത വിധത്തിൽ ഇതുപോലെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഞാനൊരു പ്രൊഫഷണലി ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കഴിവ്. അപ്പോൾ നിങ്ങളെ ഞാൻ കുട്ടികളായിട്ട് തരുന്നു തോന്നരുത്. എൻ്റെ ഒരു രീതി അതായതുകൊണ്ട് ഞാൻ അങ്ങനെ പടങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കുന്നത് പ്രയോജനമായിരിക്കും. ദൈവവും ലോകവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് 3 ലോക വീക്ഷണങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ആ 3 ലോകവീക്ഷണങ്ങളാണ് ഞാൻ ആദ്യത്തെ പേജിലുള്ള ആ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. 3 ലോകവീക്ഷണങ്ങൾക്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന പേരുകൾ ഇങ്ങനെയാണ്: അതർ വേൾഡ്ലിനെസ്, ദിസ് വേൾഡ്ലിനെസ്, വൺ വേൾഡ്ലിനെസ്. ഈ 3 ലോകവീക്ഷണങ്ങളുടെ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കിയെങ്കിലേ പിന്നെ നമുക്ക് കൊണ്ട് തുടരാൻ പറ്റും. അതർ വേൾഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: 2 ലോകങ്ങളുണ്ട്. ദിസ് വേൾഡ്, അതർ വേൾഡ്, ഇഹലോകം, പരലോകം. 2 ലോകങ്ങളുണ്ട് എന്നുള്ളതാണ് അതർ വേൾഡ്ലിനെസിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചിന്ത. 2 ലോകങ്ങളുണ്ട്. ഇനി വൺ വേൾഡ്ലിനെസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഈ കാണുന്ന ലോകമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തോട്ട് വേറെ ലോകമൊന്നും ഇല്ല എന്നുള്ളത്. ഇനി 3ാമത്തെ വീക്ഷണം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, അതിനകത്തും ഒരു ലോകമേ ഉള്ളൂ, പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ലോകം. 2 ലോകങ്ങളില്ല, ഒരു ലോകമേ ഉള്ളൂ, പക്ഷേ കാണപ്പെടാത്ത ലോകവും കാണപ്പെടുന്നതും എന്ന് 2ആയി. അത് പക്ഷെ 2 ലോകങ്ങളല്ല, ഒരു ലോകമാണ്. നമ്മൾ ലോകത്തിന്റെ കുറച്ചേ നമ്മൾ കാണുന്നുള്ളൂ, ആ ഒരു വ്യത്യാസം. ഇനി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. നേരത്തെ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യനെ തന്നെ ആത്മാവും ശരീരവുമായിട്ട് കാണാറുണ്ട്. അത് ഈ അതർ വേൾഡ്ലിനെസിന്റെ ഒരു ഭാഗമാണ്. ഇഹലോകവും പരലോകവും. പരലോകം എന്ന് പറയുന്നത് ആത്മലോകമാണ്, ഇഹലോകം എന്ന ഭൗതിക ലോകമാണ്, മെറ്റീരിയൽ വേൾഡ്. ഇതുപോലെയാണ് മനുഷ്യനെ തിരിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ ഫിസിക്കൽ ബോഡിയും ഒരു ആത്മാവും. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ ബോഡി ഇവിടെ അവശേഷിക്കും, ആത്മാവ് പരലോകത്തേക്ക് പോകും. അങ്ങനെയൊക്കെ അതെല്ലാം അതർ വേൾഡ്ലിനെസ്സിനകത്തുള്ള ചിന്ത. ഈ അതർ വേൾഡ്ലിനെസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം ലോകത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യൂ ആണ് അതർ വേൾഡ്ലിനെസ്.
കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുള്ള ഇഹലോകം പരലോകം മരിക്കുമ്പോൾ അവിടെ പോകും, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വീക്ഷണം. അപ്പൊ അത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്ന് കണ്ടിട്ടാണ് കുട്ടികൾ കുറച്ചുകൂടെ പ്രായമായി ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും എന്നതാ ഈ പരലോകം, അതിനങ്ങനെ ചിന്തിക്കാൻ എന്താ അടിസ്ഥാനം? യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു ചിന്തയല്ലേ അങ്ങനെ അവിടെ ഒരു പരലോകമുണ്ടെന്നോ ഒക്കെ ഉള്ളത്, അതുകൊണ്ട് ഇഹലോകമേ ഉള്ളൂ എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ഈ കാണുന്ന ലോകമൊക്കെ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല, അതുപോലെ മനുഷ്യന് ആത്മാവില്ല, ദൈവമില്ല, അതെല്ലാം ദിസ് വേൾഡ്ലിനെസ്സിനകത്ത് വരുന്ന ചിന്തയാണ്. അതാണ് ഇപ്പൊ അച്ഛനോട് പറഞ്ഞ പോലെ സെക്കുലറിസത്തിന്റെ അടിസ്ഥാനപരമായ ചിന്തയാണ് ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. ലോകത്തിലെ ഗവൺമെന്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്ന ചിന്ത അതാണ്, ദിസ് വേൾഡ്ലിനെസ് ആണ്. അമേരിക്കയിലൊന്നും ദൈവം എന്നുള്ള വാക്ക് പോലും നമ്മൾ സ്കൂളിലൊന്നും ഉച്ചരിക്കാറില്ല, ആ വാക്കിന് അർത്ഥം തന്നെ ഇല്ല. ദൈവം എന്ന് ചോദിച്ചത് തന്നെ എന്താണെന്ന് മനുഷ്യർക്ക് അറിയില്ല, ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ആത്മാവ് പോയിട്ട് മനസ്സ് പോലും എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷെ മനസ്സ് പോലും അറിയാത്ത ഒരു കാലഘട്ടത്താണ് നമ്മുടെ ജീവിതം. ഇനി അവിടെയാണ് അപ്പോൾ ഈ രണ്ട് വീക്ഷണങ്ങളും, ആദ്യത്തത് ബാലിശം എന്ന് വെച്ചോ, രണ്ടാമത്തത് നൈവാണ്. നൈവ് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര കാര്യങ്ങൾ അറിയാതെ ആദ്യത്തെ വീക്ഷണത്തോടുള്ള ഒരു റിവോൾട്ട് എന്നുള്ള നിലയിൽ മാത്രമാണ് ദിസ് വേൾഡ്ലിനെസ് വന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള വീക്ഷണമാണ് മൂന്നാമത് ഞാൻ കൊടുത്തിരിക്കുന്ന വീക്ഷണം. ഞാൻ ഇതിനെ കൊടുത്തിരിക്കുന്ന പേരാണ് വൺ വേൾഡ്ലിനെസ് എന്നുള്ളത്. പക്ഷേ കുറച്ചുകൂടെ നല്ല പേര് വീക്ഷണം കണ്ടെത്താനാകുമായിരിക്കും. അതനുസരിച്ച് നമ്മുടെ നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലവും, അതാണ്. ഒരു ലോകമേ ഉള്ളൂ, രണ്ട് ലോകമേ. പക്ഷെ ആ ഒരു ലോകം മൊത്തം നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ചെറിയ ഭാഗം മാത്രം, ബാക്കിയൊന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഓപ്പൺ അല്ല. അപ്പൊ അതാണ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഈ മറ്റ് രണ്ട് ലോകവീക്ഷണങ്ങളുടെയും തെറ്റുകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണം. ഇനി ഈ മൂന്ന് വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ശരീരവും ആത്മാവും ഉണ്ട് എന്നുള്ള വിശ്വാസം ആദ്യത്തെ ലോകവീക്ഷണത്തിന്റെ അതർവേൾഡ്ലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യന് ആത്മാവൊന്നുമില്ല, ശരീരമേ ഉള്ളൂ എന്ന് പറയുന്നത് ദിസ് വേൾഡ്ലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യന് ഇങ്ങനെ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് മറ്റേ മൂന്നാമത്തെ വൺ വേൾഡ്ലിനെസ്. ദൈവത്തെ കുറിച്ചും അതുപോലെ ഈ മൂന്ന് ലോകവീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കുറിച്ചും മൂന്ന് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. അപ്പം അതർവേൾഡ്ലിനെസ്സിന്റെ വീക്ഷണത്തിൽ ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു രാജാവ്. നമ്മുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ അതർവേൾഡ്ലിനെസ് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്ന രാജാവാണ്, സ്വർഗത്തിൽ മാലാഖമാരുണ്ട്. അവിടെ ദൈവമാണ് ഭരിക്കുന്നത്, പക്ഷെ ഇവിടെ ഈ ലോകത്തിൽ ദൈവം ഭരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൽ ദൈവം ഭരിക്കുന്ന പോലെ ദൈവത്തിന്റെ ഭരണം ഭൂമിയിലും ഈ ലോകത്തിലും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ലോർഡ്സ് പ്രയർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതർവേൾഡ്ലിനെസ്സിനകത്തുള്ള ദൈവവീക്ഷണം. ഇനി ദിസ് വേൾഡ്ലിനെസ്സിനകത്തുള്ള ദൈവവീക്ഷണം എന്താണ്? ദൈവമേ ഇല്ല, പിന്നെ പ്രത്യേകിച്ച് ദൈവവീക്ഷണത്തിന്റെ കാര്യമില്ലല്ലോ ദിസ് വേൾഡ്ലിനെസ്സിൽ. മൂന്നാമത്തത് എന്താണ്? ദൈവം സ്വർഗത്തിലൊന്നും അവിടെ മറ്റേ ലോകത്തിലൊന്നും അല്ല. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള വീക്ഷണമാണ്, വളരെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വീക്ഷണം. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കൂടുതൽ കുറച്ച് വിശദമായിട്ട്. ഈ ലോകമെന്ന് പറയുന്നത് ദൈവത്തിലാണ്. ഏതൻസിയെ പ്രശ്നിക്കുന്ന പോലെ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്തതെന്ന്. ലോകം തന്നെ ദൈവത്തിലാണുള്ളത്. അപ്പൊ ദൈവത്തെ പറ്റി വളരെ വലിയ, ദൈവം ഇൻഫിനിറ്റ് ആണ്. ടൈം സ്പേസ് ലിമിറ്റിനകത്തുള്ള ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിലാണ് എന്ന് പറയും. അത് ദൈവത്തിന്റെ വീക്ഷണം. ലോകത്തിന്റെ വീക്ഷണത്തിൽ കൂടെ നോക്കുവാണെങ്കിലും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഫ്ലെയിം പോലെ, ഒരു തീനാളം പോലെ, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം. ആ ഫ്ലെയിമിന്റെ പുറകിൽ ആ ഫ്ലെയിമിനെ കത്തിക്കുന്ന ഒരു എനർജി സോഴ്സ്. ആ സോഴ്സിനെയാണ് നമ്മുടെ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ ദൈവം എന്ന് വിളിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതുപോലെ നിലനിർത്തുന്ന ആ വലിയ എന്താണോ ശക്തി എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് വിളിച്ചാലും അത് ശരിയാവത്തില്ല. അതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ലോകവീക്ഷണം അനുസരിച്ചുള്ള ദൈവവീക്ഷണം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും അടിസ്ഥാനത്തിലുള്ളതായ
ഈ ബന്ധങ്ങൾ, ദൈവവും മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സമ്മർ, ഞാൻ ആ ടേബിളിൻ്റെ സഹായത്തോടു കൂടി അതിനകത്തുള്ള രത്നചുരുക്കം ഞാൻ പറയും. അത് വീട്ടിൽ പോയി വിശദമായിട്ട് വായിച്ചു നോക്കാം. അതർ വേൾഡ്ലി, ദിസ് വേൾഡ്ലി, വൺ വേൾഡ്ലി എന്നുള്ള 3 വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവവും മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം, ദൈവവും ലോകവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം. ആദ്യമായിട്ട് ലോകവും മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം. അതർ വേൾഡ്ലി വീക്ഷണത്തിൽ ഒരു കണ്ടെയ്നർ പോലെ നമ്മളിപ്പോ ഈ മുറിക്കകത്ത് നമ്മളിരിക്കും. അപ്പൊ നമ്മൾ ഈ മുറിയുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ഈ മുറിക്കാതിരിക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് വേറെ വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് താമസിക്കാനുള്ള സ്ഥലം, ഒരു വീട് പോലെ, ഒരു കണ്ടന്റും കണ്ടെയ്നറും പോലെയാണ് അതർ വേൾഡ്ലി വ്യൂവിൽ മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം. ദിസ് വേൾഡ്ലി ആവുമ്പോഴോ, ദിസ് വേൾഡ്ലി വ്യൂ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ലോകമേ ഉള്ളൂ. അപ്പൊ മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റഫർ ഇങ്ങനെയാണ്. നമ്മുടെ ഒരു പശുവിന്റെ പുറത്ത് പേൻ എഴുതി നടക്കുമല്ലോ, ഒരു പശുവിന്റെ പുറത്ത് പേൻ. അപ്പൊ പേനെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് അത് താമസിക്കാനുള്ള സ്ഥലമാണ്, മാത്രമല്ല അതിന്റെ ജീവിത മാർഗം കൂടെയാണ്. അതിന്റെ രക്തം ഊറ്റി കുടിച്ചാണ് അത് ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് പേന് പശുവിന്റെ പുറത്ത് ജീവിക്കുന്ന പോലെയാണ്. നമുക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്, നമുക്ക് ജീവിക്കാനുള്ള മാർഗവും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്നു. ഇനി ഈ അതിനേക്കാളും റിഫൈൻഡ് ആയിട്ടുള്ള വൺ വേൾഡ് വ്യൂവില് മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സെൽസും ബോഡിയും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഈ ശരീരത്തിന്റെ സെൽസ് പോലെയുള്ള ബന്ധം ആണ് മനുഷ്യനും ഈ ലോകവും തമ്മിലുള്ളത്. നമ്മൾ പശുവിന്റെ പുറത്തിരിക്കുന്ന പെയിൻ പോലെയല്ല. ഈ ഭൂമി എന്ന് പറയുന്ന, ലോകമെന്ന് പറയുന്ന വലിയ ജീവിയുടെ ശരീരത്തിലെ സെൽസ് ആണ് നമ്മളൊക്കെ. നമ്മളിതിന്റെ ഭാഗമാണ്. അല്ലാതെ നമ്മൾ പെയിൻ പോലെ അതിന്റെ രക്തം ഊറ്റി കുടിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരല്ല നമ്മൾ. അപ്പൊ അതാണ് മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള 3 വിഷയം. ദൈവവും ലോകവും തമ്മിലുള്ള ബന്ധം. അതർ വേൾഡ്ലി വ്യൂവില് ദൈവം എന്ന് പറയുന്ന ലോകം ഒരു വലിയ കിങ്ഡമാണെങ്കിൽ ദൈവം അതിന്റെ രാജാവാണ്. നമ്മുടെ വീക്ഷണങ്ങളിലൊക്കെ ദൈവം രാജാവാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം ഭരണമേ. ദൈവം രാജാവാണ്. ഈ ലോകം വലിയ കിങ്ഡം, പ്രധാനമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. ഇനി ദിസ് വേൾഡിലെ ആവുമ്പോഴോ രാജ്യമുണ്ട്, പക്ഷേ രാജാവില്ല. രാജാവില്ലാത്ത ഒരു രാജ്യമാണ് ദിസ് വേൾഡിലെ വ്യൂ. ഇനി വൺ വേൾഡ്ലി വ്യൂ വരുമ്പോൾ ഞാൻ നേരത്തെ അതൊന്ന് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ ദൈവമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല. കാരണം ദൈവം ഇൻഫിനിറ്റ് ആണ്. ദൈവവും ലോകവും ഇല്ല, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം ഇൻഫിനിറ്റ് ആണ്. അപ്പോ ഈ ലോകത്തിന്റെ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ ലോകമുണ്ട്. ഈ ലോകം നിലനിൽക്കുന്നത് ദൈവത്തിലാണ്. ദൈവം കൂടാതെ ലോകമില്ല. നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ലോകത്തെ ദൈവം തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കും. നിസായിലെ ഗ്രിഗോറിയസും ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ദൈവത്തിന്റെ കയ്യിലാണ് ലോകം. അതാണ് ലോകവും ദൈവവും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ ഒരു ഫ്ലെയിമിനെ, തീജ്വാലയെ, ഈ നാളത്തെ നിലനിർത്തുന്ന എനർജി, അത് നമ്മുടെ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ ദൈവമേ ഉള്ളൂ, വേറൊരു ദൈവമല്ല, വേറൊന്നും നിലനിൽക്കുന്നില്ല. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം. അതർ വേൾഡിലെ വ്യൂ കൂടെ നോക്കുമ്പോഴത്തേക്കും ഒരു റോബോട്ട് ഉണ്ടാക്കുന്നയാളും റോബോട്ടിന്റെ നിർമ്മാതാവും റോബോട്ടും പോലെയുള്ളൊരു ബന്ധം. ഒരാൾ റോബോട്ട് ഉണ്ടാക്കുന്നു, അതുപോലെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നു, റോബോട്ട്. ദിസ് വേൾഡിലെ ആണെങ്കിലോ ഇവിടെ മേക്കറില്ല, റോബോട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കുന്നയാളില്ല, ആ റോബോട്ട് ഉണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നതൊന്നും അറിയത്തില്ല. വൺ വേൾഡിലെ വ്യൂവിൽ വരുമ്പോഴോ ദൈവം നമ്മുടെ വിഷയത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ദൈവം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഓണറാണ്.
ഉടമസ്ഥനാണ്. നമ്മൾ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. നേരത്തെ ഇവിടെ നമ്മുടെ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് ദൈവത്തിൻ്റെ പ്രതിച്ഛായ, ദൈവത്തിൻ്റെ ഇമേജാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, എനിക്ക് നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയാണ്. അത് അച്ഛൻ പറഞ്ഞതൊന്നും കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊന്നുമല്ല, അതിനോട് ചേർത്തുള്ള ചില കാര്യങ്ങളാണ്. അതെങ്ങനെ എവിടെ നിന്ന് എൻ്റെ മനസ്സിൽ ആ ചിന്ത വന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. റോമാ സാമ്രാജ്യം വളരെ വലുതാണ്. അപ്പം സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കൈസറിനെ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ കൈസർ അങ്ങ് റോമിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി സാമ്രാജ്യത്തിൽ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കൈസറിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുക. അപ്പൊ ആളുകൾ ഈ പ്രതിമയെ കാണുന്നത് കൈസറിനെ കാണുന്ന പോലെ. ശരിക്കും കൈസറിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് കൈസറിന്റെ ഒരു പ്രതിമ ആളുകൾ കണ്ട് അത് കൈസറെ പോലെ അതിനെ ബഹുമാനിച്ച് കൈസറിനെ റെപ്രസെന്റ് ചെയ്താണ് ആ പ്രതിമയുള്ളത്. അപ്പൊ ദൈവം ഏത് മനുഷ്യനെ ഉണ്ടാക്കി, 31-ാം അധ്യായം മനസ്സിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറയുന്നു, ഇവൻ ദൈവത്തിന്റെ പ്രതിച്ഛായ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു മനുഷ്യനെ. എന്നിട്ട് പറയുന്നു, നീ ഇതിനെല്ലാം മടക്കി വാഴുക. അപ്പൊ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിമയാണ് മനുഷ്യൻ. അതാണ് മനുഷ്യന്റെ സ്ഥാനം. അപ്പൊ അതായത് ഈ മൃഗങ്ങളൊക്കെ നോക്കുമ്പോൾ, മൃഗങ്ങൾ നമ്മളെ കാണുമ്പോൾ അവരെന്താ കാണുന്നത്? ദൈവത്തെയാണ്. പട്ടിയും പൂച്ചയും പശുവും സിംഹവും ആനയും ഈ മത്സ്യങ്ങളും ഇതെല്ലാം ഈ പക്ഷി മൃഗാദികളെല്ലാം നോക്കുമ്പോൾ, നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന ദൈവത്തെയാണ്. കാരണം ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിട്ടാണ് നമ്മൾ. അപ്പൊ നമ്മൾ മനുഷ്യന്റെ റോള് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് പകരം ഈ ലോകത്തെ ഭരിക്കുക എന്നത്. ദൈവം നമ്മൾ കാണുന്നതോ ഈ ലോകത്തിന്റെ റെപ്രസെന്റേറ്റീവ്. അങ്ങനെ ദൈവത്തിന്റെയും ഈ ലോകത്തിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ വിഷയം. ഇതിന്റെ തുടക്കത്തിൽ ഞാനിവിടെ എൻ്റെ പേരിന്റെ അടിയിൽ ഞാനൊരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, johnkunnathood.blogspot.com. ഞാൻ ഇതുപോലെയുള്ള ചില ലേഖനങ്ങളൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ദയവ് ചെയ്ത് ആ സൈറ്റിൽ പോയി ഇൻട്രസ്റ്റ് ഉള്ള ചില ലേഖനങ്ങളെങ്കിലും അതിൽ കണ്ടെന്നിരിക്കും വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിനായി താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആദരണീയനും എൻ്റെ പ്രിയ ഗുരുനാഥനുമായ കെ ജോർജ് അച്ഛൻ, ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ഫിലിപ്പം തോമസ് സാർ, സ്നേഹിതരെ, ഇത് ഒരു പഠനമല്ല, ഒരു ചിന്ത പ്രതിഫലനം മാത്രമായിട്ട് കണ്ടാൽ മതി. മനുഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയ വിനിമയത്തിന്റെ ഉപാധി. ഇതിന്റെ ഒരു ബേസിക് തീമായിട്ട് ഞാൻ പറയുന്നത്, ഈ ഭാഷ എന്ന ലാംഗ്വേജ് എന്ന് യൂസ് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ബേസിക് നേച്ചറായിട്ട് എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ സ്പീഷീസിനും അതിൻ്റെതായ ഒരു ലാംഗ്വേജ്, അത് ഇൻബോൺ ആയിട്ട് ഉള്ള ഒരു ഭാഷയാണ്. ബാക്കിയുള്ളതെല്ലാം ട്രാൻസ്ലേഷൻസ് ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് പ്രസന്റ് ചെയ്തത്. ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ബോധം, ഈ 3 തലവും ആക്റ്റീവാണ്. പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മറ്റു സമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ, ഭാഷ എന്ന് പറയുമ്പോൾ ഓരോ ജീവിവർഗത്തിനും അവിടെ ഉണ്ട്. ആ ഒരു തലത്തിലാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കാം. ഒരു കുഞ്ഞ് ജനിച്ച് വീണ് കഴിയുമ്പോൾ അവൻ്റെ ഈ ഉള്ളിലെ ഭാഷ പുറമേക്ക് പുറപ്പെടുവിക്കാനൊക്കെ ഒത്തിരി ശ്രമങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ഭാഷയിലും അമ്മ എന്ന പദത്തിന്, അമ്മ എല്ലാ ഭാഷയിലും മിക്കവാറും
ഈ കുഞ്ഞ് ഉച്ചരിക്കുന്ന ഒരു വാക്കാണ്, ഒരു അക്ഷരമാണ് മാ. അതുകൊണ്ട് മലയാളത്തിൽ അമ്മ, സംസ്കൃതത്തിൽ മാതാ, ഹിന്ദിയിൽ വരുമ്പോൾ മാം, സുറിയാനി എം, എമോ, അങ്ങനെ എല്ലാ ഭാഷയിലും അമ്മയ്ക്ക് മാ എന്നുള്ള ഒരു പദത്തിലാണ് അത് ചേർത്താണ് അമ്മയെ സംബോധന ചെയ്യുന്നത്. അതിന് കാരണം ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സ്വരം അതിന്റെ നാവ് കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല, അതിന്റെ മറ്റു അവയവങ്ങൾ കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഒരു ശിശുവിന്റെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവയവം മാത്രമേ ഉള്ളൂ, അതിന്റെ ചുണ്ടുകൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ ഒരിക്കലും കൈ മുകളിലോട്ട് എടുക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ താഴോട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ജനിച്ച ശിശുവിന്റെ ചുണ്ട് മാത്രം ആക്റ്റീവാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന് പാല് കുടിക്കാൻ സാധിക്കുന്നത്, ജനിച്ചു വീണ കുഞ്ഞിന് പാല് കുടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ഒന്നും ഒരു സ്വരവും അറിയില്ല, പക്ഷേ ഉച്ചരിക്കുമ്പോൾ ഈ ചുണ്ട് മാത്രം കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സ്വരത്തിൽ മാ എന്നുള്ള സ്വരം എപ്പോഴും ഉണ്ടാകും. അത് അമ്മ എന്നുള്ള പദത്തിന് കേട്ടപ്പോൾ നമ്മൾ അമ്മയെന്ന് പറഞ്ഞു കാണും. സംസ്കൃതത്തിൽ മാതാ എന്ന് അവരെ ആ ഒരു തലത്തിലേക്ക് അത് വളർത്തി കാണും. അപ്പോൾ ഈ ഭാഷയുടെ ഒരു സ്വരത്തിലേക്ക് വളർന്നാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ലോകത്തിലുള്ളതെല്ലാം പരിഭാഷകൾ മാത്രമാണ്, ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് മാത്രമേ ഉള്ളൂ ലാംഗ്വേജ്. അതിന്റെ പരിഭാഷകളാണ്. സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിലിരിക്കുകയാണ്. അപ്പൊ സത്യം പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്നതായ വിവിധ മുഖങ്ങൾ മാത്രമേ നമുക്ക് ലോകത്തിൽ കാണുവാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഭാഷയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. ഭാഷയാണ് മനുഷ്യനെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് പഠിപ്പിച്ചത്. ഇപ്പം മനുഷ്യഭാഷകൾ തമ്മിൽ സംവേദനം ചെയ്യുമ്പോഴാണ് അവന്റെ ക്രിയേറ്റിവിറ്റി കൂട്ടായി വർദ്ധിക്കുവാനായിട്ട് ഒക്കെ ഇടയാകുന്നത്. എന്നാൽ ഈ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. ഇന്ന് രാവിലെ അല്പം താമസിച്ചു വന്നെത്തിയത് ഒരു മരണഭവനത്തിൽ കയറേണ്ടതുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നേ 3 പെൺമക്കളുള്ള ഒരു പിതാവിന്റെ മരണം. ഭാര്യയും ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഭാഷയ്ക്ക് പരിമിതിയാണ്. ചില സ്ഥലത്ത് ഭാഷ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മനുഷ്യന്റെ ഉള്ളിലുള്ളതായ ആ ഒരു ഭാഷ കൊണ്ട് എന്തെങ്കിലും അതിജീവിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ അതിജീവനമാകൂ. ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരുന്നിരിക്കും, നമ്മുടെ പ്രസംഗം കേട്ട് ശാന്തമായിരുന്നിരിക്കും. പക്ഷേ ഉള്ളിലെ ഭാഷ ശക്തമായില്ലെങ്കിൽ ബാഹ്യമായ ഭാഷകൾക്ക് ഒത്തിരി പരിമിതികൾ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നും പലപ്പോഴും പല ഭാഗത്തായിട്ട് പല രീതിയിൽ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ യഹൂദ സംസ്കാരത്തിൽ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷയിലൂടെയോ കൈമാറി വന്നിരിക്കുന്ന ഗ്രന്ഥത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലും ഈ വേദപുസ്തക ഗ്രന്ഥകർത്താക്കൾ ആ വിധത്തിൽ തന്നെ അതിനെ കാണുന്നു. ക്രിസ്തുനാഥൻ അങ്ങനെ തന്നെ അതിനെ കാണുന്നു. സത്യത്തിന്റെ ഭാഷ ഇന്നും മനുഷ്യന് അജ്ഞാതമാണ്. അച്ഛൻ്റെ നേച്ചർ ആ സ്ക്രിപ്ചർ എന്ന് പറയുന്ന ആ ഒരു പദത്തോട് ചേർന്നാണ് ഇതെല്ലാം വരുന്നത്. പ്രകൃതി, സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ ഭാഷയും അക്ഷരങ്ങൾ, സ്വരങ്ങൾ ഇവയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ കരങ്ങളിലൂടെ ഊറി വരുന്നതാണ്, കരങ്ങളിലൂടെ നിർമ്മിതമാകുന്നതാണ് അക്ഷരം. മനുഷ്യന്റെ സ്വരങ്ങളിലൂടെ വീഴുന്നതാണ് അതിന്റെ ആ ഒരു പദങ്ങൾ, വാക്കുകൾ. ഇവ കൊണ്ടുണ്ടാക്കുന്നതായ ഒരു ചില ഫിലോസഫിക്ക്, ചില ശാസ്ത്ര അടിത്തറയ്ക്ക് എത്രമാത്രം വരുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മനുഷ്യന് ലഭിച്ചിരിക്കുന്നതെല്ലാം മനുഷ്യൻ ഇന്ന് കൈമാറി തലമുറകളായി ഒക്കെ ലഭിച്ചിരിക്കുന്ന എല്ലാം പരിഭാഷകൾ മാത്രമാണ്. ഈ പരിഭാഷയ്ക്ക് ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ദർശനകോണുകളാണ് പരിഭാഷകൾക്ക് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. ഒരു ആൾ ഒരു സത്യത്തെ കാണുന്നതല്ല മറ്റൊരാൾ ഒരു സത്യത്തെ കാണുന്നത്. അതുമാത്രമല്ല, ഈ ശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യന്റെ കാഴ്ചകൾ തമ്മിൽ വ്യത്യാസം. അതായത് നമ്മൾ ഒരു സ്പീഷ്യസിലുള്ളവരാണ്, പക്ഷെ എന്നെ എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവരവരുടെ കണ്ണിന്റെ കാഴ്ചയുടെ
ആ ഒരു ശക്തി അത് തലച്ചോറിലെത്തുന്നതിൽ ഉള്ള ട്രാൻസ്മിഷന്റെ പ്രശ്നങ്ങൾ, ഗുണങ്ങൾ കൂടുന്നതനുസരിച്ച് കാഴ്ചയ്ക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും. അപ്പൊ അത് മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നത് പോലെയല്ല ഒരു മൃഗം, ഒരു തവള ഒരു മനുഷ്യനെ കാണും. അതിന്റെ കാഴ്ചയുടെ ശേഷി വ്യത്യാസമാണ്. അതിന്റെ കണ്ണും അതിന്റെ ബ്രെയിനുമായിട്ടുള്ള തലച്ചോറുമായിട്ടുള്ള കോർഡിനേഷൻ വളരെ വ്യത്യാസമായതുകൊണ്ട് ഈ മനുഷ്യനെ കാണുന്ന പോലെ ഒരു മൃഗത്തിന് മറ്റൊരു ജീവിയെയോ മറ്റൊരു മനുഷ്യനെയോ കാണാൻ സാധിക്കുകയില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പൊ ഇത് കാഴ്ചയുടെ വ്യത്യാസം. ഈ കാഴ്ചയുടെ വ്യത്യാസം എല്ലാ ദർശനങ്ങളിലുമുണ്ട്. യോഹന്നാൻ ശ്ലീഹ സത്യത്തെ കണ്ടപ്പോൾ അവൻ ശ്ലീഹായിക്ക് തത്വചിന്താപരമായ അടിസ്ഥാനങ്ങളും ആ ഒരു കാഴ്ചയും ഉള്ളതുകൊണ്ട് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു എന്നുള്ള രീതിയിൽ സത്യത്തെ പരിഭാഷപ്പെടുത്തുകയാണ്. അതേസമയത്ത് മത്തായി ശ്ലീഹ പരീക്ഷ മനോഭാവത്തോടുകൂടി ആ ഒരു സംസ്കാരത്തിന്റെ ഇതിൽ ക്രിസ്തുവിനെ, സത്യത്തെ സാക്ഷിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് ഒരു ഡോക്ടർ ആയിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഡോക്ടർ സാധാരണ ഒരു മനുഷ്യനെ കാണുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ അവന്റെ ശാരീരിക സ്ഥിതി, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു അമ്മയുണ്ടാകണം, ആ അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു അമ്മയുടെ വേദനകളൊക്കെ വർണ്ണിക്കുവാൻ തക്കവണ്ണം സ്ത്രീയുടെ പ്രശ്നങ്ങളിലേക്ക് പോലും ചെന്നെത്തുവാൻ കഴിഞ്ഞത് ഒരു വൈദ്യനായതുകൊണ്ട്, അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായതുകൊണ്ട് ലൂക്കോസ് എവൻഗലിസ്റ്റായില് അങ്ങനെയുള്ള ജനന വാർത്തകളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ 3 പേരും സത്യത്തെയാണ് സാക്ഷിക്കുന്നത്. സത്യത്തെ കണ്ടിട്ട് ആ സത്യത്തെ പരിഭാഷപ്പെടുത്തുകയാണ്. ഇപ്പൊ പരിഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലേക്കല്ല, അവരനുഭവിച്ചതായ സത്യത്തെ പരിഭാഷപ്പെടുത്തുന്ന ഒരു ഭാഷ. അപ്പൊ ആ ഭാഷയിൽ 3 പേർ 3 കാഴ്ചകളാണ്. ഇത് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു ഐക്കണോ പ്ലാസ്റ്റിസിറ്റി, അത് ഇമേജ് ഉണ്ട്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലുള്ള ഒരു വളർച്ചയാണ്. അപ്പം ആ ഒരു പ്ലാസ്റ്റിസിറ്റി എല്ലാവർക്കും തന്നിട്ടുണ്ട്. തന്ന സത്യത്തിൽ പ്രതിഫലിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്ലാസ്റ്റിസിറ്റി, ആ ഇമേജിൽ വളരുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇതില് അച്ഛൻ്റെ ചിന്തയോടുകൂടി ചേർത്ത് തന്നെ പറയുകയാണ്. പോൾ ടില്ലിക്ക് പറയുന്ന ഒരു, പോൾ ടില്ലിക്കാണ് ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ ആയിട്ട് അല്പം ഒന്ന് ബന്ധിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിലുപയോഗിക്കുന്ന ഒരു വാക്കാണ് സൈക്കോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഹ്യൂമൻ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ, അതായത് വിധി എന്ന് പറയുന്നതായ, അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ആകാവൂ എന്ന് പറഞ്ഞ് ഒരു കാര്യം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വിധി എന്ന് പറയുന്നത് അവനവന്റെ സൈക്കോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ജനിക്കുന്ന സാഹചര്യങ്ങളും ആ ഒരു സിറ്റുവേഷൻസും വെച്ച് നമുക്കൊരു സൈക്കോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യും. അതാണ് നമ്മുടെ വിധി, അതാണ് നമ്മെ. പക്ഷെ ഇത് ദൈവം സൃഷ്ടിച്ച് ഇങ്ങനെ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആകുകയും ഇങ്ങനെ മാത്രമേ ആകൂ എന്ന് അവന് മുന്നമേ അറിയാം എന്നും ആ ഒരു ഗ്രന്ഥത്തിൽ പോൾ ടില്ലിക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ദർശനം എന്ന് പറയുന്നത്, സത്യത്തിന്റെ പരിഭാഷ എന്ന് പറയുന്നതിൽ ഈ ഒരു പരിമിതികൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ ഭാഷയെ പരിഭാഷപ്പെടുത്തുവാനായിട്ട് കർത്തവ്യമുള്ളവരാണ് വൈദികരും ഇവിടെ കൂടി വന്നിരിക്കുന്ന നേതൃത്വത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് ഈ പാരമ്പര്യത്തിൽ ബ്രേക്കിംഗ് ദ ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ദ വേഡ് എന്നാണ് പറയുന്നത്. അപ്പം മുറിച്ചു കൊടുക്കുക, വചനം മുറിച്ചു കൊടുക്കുക. അപ്പം മുറിച്ചു കൊടുക്കുക, മുറിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ അർത്ഥമുള്ളതാണ്. അതായത് മനുഷ്യന്റെ ഉപയോഗത്തിന് അവനവന്റെ വായിൽ കടക്കത്തക്കവണ്ണം ചെറുതായിരിക്കുന്നതിനെയാണ് നുറുക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഓരോ നിമിഷവും നുറുക്കപ്പെട്ടുകൊണ്ടാണ് മനുഷ്യന് കൊടുത്തുകൊണ്ടിരുന്നത്. ദൈവം നുറുക്കി തന്നതാണ് ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ. ആ പ്രപഞ്ചത്തെ മനുഷ്യന്റെ ഉപയോഗത്തിനായിട്ട് കൊച്ചു കൊച്ചായിട്ട് നുറുക്കി തരികയാണ്. അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു കവിയുന്ന ഒരു സത്യം, അത് ഒരു മനുഷ്യനായി നുറുക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മനുഷ്യനായി മാത്രം നുറുക്കപ്പെട്ട് ക്രിസ്തുവായി നിൽക്കുകയല്ല, അവൻ അപവീഞ്ഞുകളിലൂടെ പിന്നെയും നുറുക്കപ്പെട്ട് മനുഷ്യന്റെ ഉള്ളിലേക്ക് പിന്നെയും നുറുക്കപ്പെടുകയാണ്. അപ്പൊ മനുഷ്യന്റെ ഉപയോഗത്തിന്, ചിന്തകൾക്ക്, ബോധത്തിന് പ്രാപ്തമാകത്തക്ക വിധം നുറുക്കി നുറുക്കി നൽകുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തക സഭാ പാരമ്പര്യങ്ങളിൽ നമുക്ക് വ്യക്തമാക്കുന്നതായ ഒരു ശൈലി. ആ നുറുക്കപ്പെടുന്ന പാരമ്പര്യത്തിൽ വചനം നുറുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വൈദികന്റെ കർത്തവ്യമാണ്. മലാക്കി പുസ്തകത്തിൽ 3-7 വാക്യത്തിൽ പറയുന്നത് പുരോഹിതനോട് ഉപദേശം ചോദിച്ചു പഠിക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് പരിജ്ഞാനം സൂക്ഷിക്കണമെന്നും അവിടെ ഉപദേശിക്കുന്നു. അപ്പം ഈ ലീഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മുറിച്ചു കൊടുക്കുന്ന അനുഭവം. ഇപ്പൊ ദൈവശാസ്ത്രം എന്ന് പറയുന്നതായ ഒരു മേഖലയിൽ ചിലത് സാധാരണ മനുഷ്യർക്ക് മുറിക്കപ്പെടാതെ അപ്പമായിട്ടിരിക്കുന്നതിനെ മുറിച്ചു കൊടുക്കുവാനായിട്ടുള്ള ദൗത്യം
നേതൃത്വ നിലയ്ക്ക് ഉണ്ടെന്നുള്ളത് കാര്യം ഇന്നത്തെ കാലത്ത് പലപ്പോഴും തിയോളജി എന്ന് പറയുന്നത് അപ്പമായിട്ടിരിക്കുകയാണ്. മുറിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സാധാരണ വ്യക്തികളുടെ ഇടയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഈ ദൈവശാസ്ത്രം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രങ്ങൾ പലപ്പോഴും ഒക്കെ ഉണ്ടായിരിക്കുന്നത് വേദവിപരീത പശ്ചാത്തലത്തിലാണ്. വേദവിപരീതങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിന് ഒരു പ്രതിഫലനം എന്നോണം അത് ഒരു പ്യുവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാൽ പറഞ്ഞതെല്ലാം ഏറ്റവും സുപ്പീരിയർ ആണെന്ന് പറയുന്നതായ ഒരു തത്വം എങ്ങും അവിടെ എങ്ങും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ പലപ്പോഴും കാണേണ്ടത്, അതായത് ചിലത് പറഞ്ഞില്ല എങ്കിൽ, ചില സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ മറ്റ് പല തെറ്റുകളും ആവർത്തിക്കുന്നത് കൊണ്ട് പിതാക്കന്മാർ ചില സത്യങ്ങൾ ആയിട്ട് ശ്രേഷ്ഠമായ ചില തത്വങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സത്യത്തെ അന്വേഷിക്കുവാനായിട്ടുള്ള ഒരു വ്യഗ്രതയാണ് മനുഷ്യന് അന്തർലീനമായിരിക്കുന്നത്. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്ന് പറയുന്നതായ ഒന്ന്. സമയ ചുരുക്കത്തിൽ അടുത്ത് നമുക്ക് വായിക്കുകയാണ്. ആരാധന ഭാഷയും സത്യത്തിന്റെ ഉപാസനയും. പൗരസ്ത്യ ക്രൈസ്തവ ആധ്യാത്മിക പൈതൃകത്തിൽ ആരാധന ഭാഷ എന്ന് പറഞ്ഞാൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല അതിൽ പെടുന്നത്. സമയവും സ്ഥലവും, ടൈം ആൻഡ് സ്പേസ് ആരാധനാ ഭാഷയുടെ ഭാഗങ്ങളാണ്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ സമയത്തെയും ചരിത്രത്തെയും ഗൗരവമായി കണക്കാക്കുന്നു. ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ചരിത്ര സംഭവങ്ങളിലൂടെയാണ്. ചരിത്രത്തിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഉണർവ് ഈ പാരമ്പര്യങ്ങളിലൊക്കെ ഉണ്ട്. ദിവസം, ആഴ്ച, വർഷം എന്നിങ്ങനെ സമയത്തിന്റെ വിവിധ ഘടകങ്ങളെ ആസ്പദമാക്കി ആരാധന ക്രമീകരിച്ചിരിക്കുന്നു. യാമപ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ ആ ഒരു യാമപ്രാർത്ഥനയുടെ ക്രമീകരണമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ പാരമ്പര്യത്തിലും ഈ യാമപ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നത്. 119 സങ്കീർത്തനം 164 വാക്യത്തിൽ നിന്റെ നീതിയിലുള്ള വിധികൾ നിമിത്തം ഞാൻ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് പറയുന്നതാൽ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് പ്രാർത്ഥന നടത്തുന്ന ഒരു യഹൂദ പശ്ചാത്തലം ഇതിനുണ്ട്. അതിൽ കൂടെ വളർന്നു വന്നതാണ് ക്രൈസ്തവ പാരമ്പര്യത്തിലും യാമനമസ്കാരത്തിന്റെ പ്രസക്തി. അപ്പം ഈ യാമനമസ്കാരത്തിലൂടെ സമയത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആരാധനയുടെ ലക്ഷ്യം സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ശുദ്ധീകരണമാണ്. സമയത്തിലും സ്ഥലത്തിലും, ടൈം ആൻഡ് സ്പേസ് എന്ന പ്രയോഗത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ സൃഷ്ടികളും ഉൾപ്പെട്ടിരിക്കുകയാണ്. ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന ആ ലിമിറ്റേഷനിലെ എല്ലാ സൃഷ്ടികളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അതിന്റെ അർത്ഥം. ആരാധനാ സ്ഥലത്തിന്റെ നിർമ്മിതി, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ, ആംഗ്യങ്ങൾ, പ്രതീകങ്ങൾ, രാഗങ്ങൾ ഇവയൊക്കെ ചേരുമ്പോഴാണ് ആരാധനാ ഭാഷ പൂർണ്ണമാകുന്നത്. പ്രകൃതിക്കും ദൈവത്തിനും മധ്യേ, ഭാഷയ്ക്കും പരിഭാഷയ്ക്കും മധ്യേ ജനത്തിന് സത്യത്തിന്റെ ഭാഷ വായിക്കാൻ സഹായിക്കുന്ന പുസ്തകമായി ആരാധന എന്നും നിലകൊള്ളുന്നു. ആരാധനയെ സംബന്ധിച്ച ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അടുത്തത് പ്രകൃതി നൽകുന്ന ഭാഷാതീതമായ ഒരു സത്യദർശനം. നേച്ചർ ആ സ്ക്രിപ്ചർ സൃഷ്ടി സൃഷ്ടാവിന്റെ കൈവേലയാണെന്നും ദൈവാത്മാവ് സൃഷ്ടിയുടെ മേൽ തുടർച്ചയായി പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും സൃഷ്ടി സൃഷ്ടാവിന്റെ തേജസ്സും സ്വാതന്ത്ര്യവും പ്രാപിക്കുന്നത് വരെ ഈറ്റുനോവോടിരിക്കുന്നു എന്നൊക്കെയുള്ള ക്രിസ്തീയ ദർശനം ആഴത്തിലുള്ള അറിവാകണം നമ്മുടെ മനസ്സിൽ. കരസ്പർശനം, മനസ്പർശവും ഇവ കൊണ്ട് സൃഷ്ടിയെ രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. ലഭിച്ച സ്വാതന്ത്ര്യം സ്വാർത്ഥതയുടെ അടിമനുഭവത്തിൽ കൊടുക്കാതെ സൃഷ്ടിയുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതാകണം. ബയോളജിക്കലി പറയുന്നത് വി ആർ ചാമ്പ്യൻസ് ഇൻ ലൈഫ് ആണ്. ബയോളജിക്കലി വി ആർ ചാമ്പ്യൻസ് ഇൻ ലൈഫ്. അതായത് നമ്മുടെ അപ്പന്റെ അടുക്കൽ നിന്ന് അമ്മയുടെ ഉള്ളിലേക്ക് സഞ്ചരിച്ച അനേകം ബീജങ്ങളിൽ ഒന്നാണ് നാം. അതിൽ ഏറ്റവും ശേഷിയുള്ളത്, ഏറ്റവും മുന്നമേ ചെല്ലാൻ സാധിക്കുന്ന ഒന്നാണ് നാം. അനേക ബീജങ്ങളിൽ ഏറ്റവും ശേഷിയുള്ളതാണ് അകത്ത് കയറി കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് പുതിയ രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ അവിടെ ജന്മത്തിൽ തന്നെ വി ആർ ചാമ്പ്യൻസ് ഇൻ ലൈഫ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നേരിടുന്ന വെല്ലുവിളികളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ അതിജീവിക്കുവാൻ നമ്മൾ ചാമ്പ്യൻസ് തന്നെയാണ്. ആസ് വി ആർ ലീഡേഴ്സ്, വി ആർ ചാമ്പ്യൻസ് ബയോളജിക്കലി ആൻഡ് ട്രഡീഷണലി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിതത്തെ കാണുവാൻ, ജീവിതത്തെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കുവാൻ, നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് ആൻഡ് ലൈഫ്നെസ് കുറച്ചുകൂടി വികസിപ്പിക്കുവാൻ, അതിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you very much. അടുത്ത പ്രസന്റേഷന്
കഴിഞ്ഞ സെഷനിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ വെച്ച് ഉരുത്തിരിഞ്ഞ ഒരാശയം പ്രകൃതിയും ക്രിസ്തീയ ആരാധനയും ഒരു പരിസ്ഥിതി വായന എന്നുള്ള ടോപ്പിക്കിൽ പ്രസന്റേഷൻ നടത്തണമെന്നുള്ളതാണ്. ഗ്രൂപ്പിൽ നിന്ന് തന്നെ ചില ടോപ്പിക്കുകൾ എംഫസിസ് നൽകേണ്ട ചില ടോപ്പിക്കുകൾ പറയുകയുണ്ടായി. അതിനനുസരിച്ച് ചില നിരീക്ഷണങ്ങൾ, വായനയുടെ അടിസ്ഥാനത്തിലുള്ള ചില റിഫ്ലക്ഷൻസ് ഇതാണ് ഇവിടെ അവതരിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത്. സമയപരിധി പോലെ ഇത് ഡീറ്റെയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ താമസിച്ചാണ് സർക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചത്. ക്ഷമാപണം അറിയിക്കുന്നു. ആമുഖം ഞാൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനിത് അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. പ്രകൃതി ഒരു ആവാസ വ്യവസ്ഥയാണ്. ചരാചരങ്ങൾക്ക് തുല്യ പ്രാധാന്യം പ്രകൃതി നിയമങ്ങളിലുണ്ട്. ജീവനുള്ളതെന്നും ജീവനില്ലാത്തതെന്നുമുള്ള വേർതിരിവുകളില്ല. കഴിവുള്ളതെന്നും കഴിവില്ലാത്തതെന്നുമുള്ള വേർതിരിവുകളില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന എന്തൊന്നിനും അതിൻ്റെതായുള്ള സ്ഥാനവും അസ്തിത്വവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മനുഷ്യന് അസാധാരണവും അദ്വിതീയവുമായ ഒരു പരിഗണന ലഭിച്ചത് മനുഷ്യന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കാനായി ശ്രമിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ കണ്ണിൽ കൂടെ മാത്രം പ്രപഞ്ചത്തെയും ലോകത്തെയും പരിസ്ഥിതിയെയും ഒക്കെ നോക്കിക്കാണുവാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഈ ലെൻസിൽ കൂടെ മാത്രം കണ്ടാൽ പോരാ എന്നുള്ള ഒരു നിരീക്ഷണവും അങ്ങനെയുള്ള ഒരു പൊതു ചിന്തയും ഉരുത്തിരിഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ജൈവ കേന്ദ്രീകൃതമായി എല്ലാറ്റിനെയും കാണണമെന്നുള്ള ഒരു ആശയം പ്രബലപ്പെട്ടു. അതുകൊണ്ടാണ് തിയോളജിക്ക് പോലും ഒരു വഴിമാറ്റം സംഭവിച്ചത്. മനുഷ്യ കേന്ദ്രീകൃതമായ തിയോളജി ജൈവ കേന്ദ്രീകൃതമാകണമെന്നുള്ള നിരീക്ഷണങ്ങളും ആലോചനകളും പ്രബന്ധങ്ങളും ഒക്കെ രൂപപ്പെടുവാൻ അത് കാരണമായി. ഈ അവതരണം പ്രകൃതിയും ക്രൈസ്തവ ആരാധനയുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ. ആരാധനയിലും ക്രൈസ്തവ ആധ്യാത്മികതയിലും പ്രപഞ്ച വീക്ഷണത്തെയും അതിന്റെ ദൈവശാസ്ത്രത്തെയും പരിമിതമായി മാത്രം വിശകലനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്. ടൈം ആൻഡ് സ്പേസ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ആരാധന ടൈമിനുള്ളിലും സ്പേസിനുള്ളിലും പരിമിതപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ആരാധനയും ദേവാലയവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന ഒരു സമഗ്രതയുടെ ആവിഷ്കാരമാണ് എന്ന് നമുക്കറിയാം. ദൈവ മനുഷ്യ പ്രകൃതി ബന്ധത്തിന്റെ പൂർണ്ണതയാണ് ഓരോ ആരാധനയിലും നിറയുന്നത്. ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു റെക്കൺസിലിയേഷൻ, അതിന്റെ ഒരു പൂർണ്ണത, അനുരഞ്ജനത്തിന്റെ പൂർണ്ണതയാണ് ആരാധന എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ആരാധന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആരാധിക്കപ്പെടുന്ന ഇടം. അതിന്റെ ദേവാലയം എന്ന് നമ്മൾ വിളിക്കുന്നു. ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ട സ്ഥലമാണത്. ആരാധനയും ദേവാലയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതുപോലെ തന്നെ ആരാധിക്കുവാൻ ഉദ്ദേശിക്കപ്പെടുന്ന സമയവും വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, ഓരോ യാമപ്രാർത്ഥനയെ കുറിച്ചൊക്കെ അച്ഛൻ പറയുകയുണ്ടായി. പഴയ നിയമത്തിൽ ആരാധന എന്ന വാക്കിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒന്നുചേരൽ, കൊയിനോണിയ എന്നുള്ള വാക്കിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങളിലൊക്കെ ദൈവം 7-ാം ദിവസത്തെ വിശദീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ടൈമിനെയും സ്പേസിനെയും ഒരു കാലഗതിയെയും ഒക്കെ അവിടെ വേർതിരിച്ച് വിശദീകരിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രവർത്തനത്തെ നമ്മൾ കാണും. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഒരു ആരാധനയുടെ വിശദീകരണവും പൂർത്തീകരണവും നിർവഹിക്കപ്പെട്ടു എന്ന്. ദൈവം ഒരു ആരാധനയിലായിരുന്നു. ആ ആരാധന പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ദൈവം സകല സൃഷ്ടിയോടും ചേർന്ന് അതിന്റെ പൂർണ്ണത ആസ്വദിച്ചു. അതാണ് ശബത്ത് എന്ന് നിർവചിക്കുന്നത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദേവാലയത്തെ കുറിച്ചുള്ള അധിക പരാമർശങ്ങളില്ല. ഒരു തുടക്കം എന്നുള്ള നിലയിൽ ദേവാലയത്തെ കുറിച്ച് അധികമായ പരാമർശങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകങ്ങൾ കാണുന്നില്ല. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലാണ് സമാഗമന കൂടാരം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കാണുന്നത്. എന്നാൽ ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിന് ദേവാലയം എന്ന പരാമർശമില്ല, മറിച്ച് സൃഷ്ടിയുടെ സമഗ്രത എന്നുള്ളത്. അതുകൊണ്ട് ഉൽപ്പത്തിയിൽ നിന്ന് വെളിപാട് വരെ യാത്ര ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു ടൈം ആൻഡ് സ്പേസിന്റെ ക്രമീകരണത്തിൽ വർഷിപ്പിനുള്ള ഒരു മാനദണ്ഡം എന്നുള്ള നിലയിലാണ് നമ്മൾ ദേവാലയത്തെ കാണുന്നത്. അച്ഛൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു, എന്നാൽ ഇനിയും ആകേണ്ട ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്, അതിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള ആത്മീയ മുഖാന്തരമാണ്, ആത്മീയ യാനമാണ് ദേവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദേവാലയ സങ്കല്പം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന ദേവാലയ സങ്കല്പവുമായി വളരെ അകലം പാലിക്കുന്നതാണ്. എന്നാൽ പഴയ നിയമത്തിലെ ദേവാലയ സങ്കല്പവും പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിലെ ദേവാലയ സങ്കല്പവും ഏകദേശം ഒരുപോലെയാണ്. സൃഷ്ടിയുടെ പാരസ്പര്യത, ദൈവവുമായുള്ള ബന്ധത്തിന്റെ പൂർണ്ണത, സകല ജനതയും ദൈവത്തെങ്കിലേക്ക് വരുന്ന ഒരു കേന്ദ്ര ബിന്ദു, അതാണ് ആരാധന എന്ന് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പരാമർശിക്കുന്നത്.
ഇനിയും പ്രകൃതി ബന്ധം ആരാധനയിൽ കാണുന്നതിന് പഴയ നിയമത്തിൽ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഒന്ന് ക്രിയേഷൻ സ്റ്റോറി തന്നെയാണ്. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ദൈവം ഓരോന്നിനെയും സീക്രട്ടായി വിശുദ്ധമായി കാണുന്നു എന്നുള്ളതാണ്. അത് തന്നെ ഒരു ആരാധനയാണ്. രണ്ടാമതായി അതിനെ സൂക്ഷിക്കണം, അതിനെ പരിപാലിക്കണം, അതിൽ വേല ചെയ്യണമെന്ന് പറഞ്ഞ് മനുഷ്യനെ ഏൽപ്പിക്കുമ്പോൾ അതൊരു ആരാധനയുടെ മാനദണ്ഡത്തെ വെളിപ്പെടുത്തുന്നതാണ്. കാരണം അതിന് വളരെ ഒരു തപസ്യ സബരി ആവശ്യമാണ്. അത് സ്റ്റുവേർഡ്ഷിപ്പ് എന്നുള്ള ഒരു വാക്കിൽ നമുക്ക് മുൻ പരിചയമുള്ളതാണ്. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനയുടെ ഒരു ഹൈ ക്ലാസ് എക്സ്പാൻഷൻ എന്നുള്ള നിലയിൽ നമുക്കതിനെ കാണാനായി സാധിക്കും. രണ്ടാമത്തെ ശബദമാണ്. മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ സൃഷ്ടിയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം വിശ്രമിച്ചു. ശബദദിനം ഓർമ്മപ്പെടുത്തുന്നത് ആരാധനയുടെ ഒരു മാനത്തെക്കുറിച്ച്. എല്ലാ സൃഷ്ടികളും വിശ്രമിക്കും. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ മോശ ഫറവോന്റെ മുമ്പിൽ വെക്കുന്ന ഒരു ഡിമാൻഡ് ഇതാണ്: എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കണമെന്നാണ് പറയുക. അതിന്റെ അർത്ഥം എന്താണ്? ആരാധന എന്ന് പറഞ്ഞാൽ പൂർണ്ണത, സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വാക്കാണ് അവിടെ നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ആരാധനയില്ലാത്ത ജനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത ജനം എന്നാണ്. അപ്പോൾ ഫറവോന്റെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സ്ലേവറിയെ ഫേവർ ചെയ്യുന്ന ഒരു ആരാധനാ സങ്കല്പമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വരണം, അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് പോകുമ്പോൾ അതൊരു ആരാധനയുടെ വശമായി കാണുന്നു എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ശബദ് എപ്പോഴും ഒരു ആരാധനയുടെ എക്സ്റ്റൻഷനാണ്. മൂന്ന്, യോബേൽ സംവത്സരം. നമുക്കറിയാം, 50-ാം വർഷം ജനത്തെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. സൃഷ്ടിയിൽ എല്ലാറ്റിനും സ്വാതന്ത്ര്യം നൽകേണ്ട വർഷമാണ്. അടിമകൾക്ക് വിടുതൽ കൊടുക്കണം, കന്നുകാലികൾക്ക് സംരക്ഷണം കൊടുക്കണം, നിലത്തിന് റെസ്റ്റ് കൊടുക്കണം, വിശ്രമം കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ആരാധനയുടെ എക്സ്റ്റൻഷനായി യോബേൽ സംവത്സരത്തെ കാണുന്നതിന് സാധിക്കും. ആദ്യഫലം നമുക്കറിയാം, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്ന് പറഞ്ഞ് പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന ഈ കാഴ്ചയ്ക്ക് ആരാധനയുടെ പൂർണ്ണത എന്നുള്ള ഒരു റിഫ്ലക്ഷൻ അവിടെ കാണുവാൻ സാധിക്കുന്നു. വലിയ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ നിർവഹിക്കപ്പെടുന്ന വലിയൊരു ആരാധന മനോഭാവമാണ്. പിന്നെ യഹൂദന്മാരുടെ ഉത്സവങ്ങൾ, ഫീസ്റ്റ് ആൻഡ് ഫെസ്റ്റിവൽസ് എല്ലാം തന്നെ ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് ആരാധനയും പുതിയ നിയമവും പ്രകൃതിയുമായുള്ള ബന്ധം ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ ഒരുപാട് ഇമേജറീസ് നമുക്ക് കാണാനായി സാധിക്കുന്നു. പ്രത്യേകിച്ച് പൗലോസ് ആണ് കോസ്മിക് ക്രൈസ്റ്റ് എന്നുള്ള ഒരു സങ്കല്പമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്, ദൈവശാസ്ത്രമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിൽ ഒരു ട്രൈബൽ സെറ്റിംഗ് ആയതുകൊണ്ട്, ഒരു അഗ്രേറിയൻ സെറ്റിംഗ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നൊമാഡിക് കൾച്ചർ അതിനകത്ത് ഉള്ളത് കൊണ്ട് പ്രകൃതിയുമായുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു എന്ന് കാണാനായി സാധിക്കും. പുതിയ നിയമത്തിലും അത്തരം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്ന യൂക്കറിസ്റ്റിലാണ്. ഭക്ഷണങ്ങൾ വച്ചു വിളമ്പുന്നു, പരസ്പരം കൈമാറ്റം, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വിളവിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ആഹാരം പരസ്പരം പങ്കുവയ്ക്കുക വഴി ജീവനെ പരിപോഷിപ്പിക്കുന്നു, സൃഷ്ടിതാവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ യൂക്കറിസ്റ്റ് അതേസമയം ഒരു അർപ്പണമാണ്, അതേസമയം പങ്കുവയ്ക്കപ്പെടലും ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്. നമ്മൾ ശവസംസ്കാരത്തിന്റെ സമയത്ത് പറയും, നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരും. പഴയ നിയമത്തിൽ പറയുന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്തത് കൊണ്ട് മനുഷ്യൻ മണ്ണാകുന്നു എന്ന് പറയും. എന്നാൽ അതിൽ ഞാൻ വായിച്ച പുസ്തകത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു നിരീക്ഷണം, അത് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കാം. എന്നാൽ എനിക്ക് പുതിയൊരു അറിവായിരുന്നു. മനുഷ്യൻ മണ്ണാണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം. കാരണം മനുഷ്യൻ ആഹരിക്കുന്നതെല്ലാം മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നുള്ള വിളവാണ് മനുഷ്യന്റെ ആഹാരത്തിൽ ഉൽപ്പന്നമായി ഒക്കെ വരുന്നത്. അത് മാംസം ഭക്ഷിച്ചാലും അതൊരു സെക്കൻഡറി പ്രോസസ്സിൽ കൂടെ വരുന്നു. മാംസം ഒരു ജീവി സസ്യം ഭക്ഷിച്ചെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കൂ. ആ ജീവിയെയാണ് നമ്മൾ മാംസമായി ഭക്ഷിക്കുന്നത്. അപ്പോൾ ഏത് ഭക്ഷണം എടുത്താലും അതിന്റെ ഉറവിടം ഭൂമിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതാണ് മനുഷ്യനും മണ്ണുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് അല്ലാതെ സൃഷ്ടിച്ചത് പ്രകൃതിയിൽ നിന്ന് മാത്രമായതുകൊണ്ടോ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ നിലനിൽക്കുന്നത് മണ്ണിലാണ്. മണ്ണിന്റെ ഫലം സ്വീകരിച്ചാണ് മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആണ്. മറ്റൊരു ടോപ്പിക്ക് ആരാധനയും വെളിപാട് പുസ്തകവും. അത് പുതിയ നിയമത്തിലെ ആരാധനയുടെ പ്രകൃതി ദർശനങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. 21, 22 അധ്യായങ്ങളിൽ വളരെ ശക്തമായി ഇവിടെ പറയുന്നത് പുതിയ ആകാശം, പുതിയ ഭൂമി,
അത് മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്ന സഹസ്ര കോടി ജനതകളുടെ ഒരു വലിയ സംഗമം. അത് മാത്രമല്ല അവിടെ ശരീരവും അശരീരികളും എല്ലാ തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ആരാധനയിൽ പങ്കുചേരുന്നത് എന്നുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇനിയും സ്പർശിക്കുന്നത് ആരാധനക്രമവും പ്രകൃതി ബന്ധവും. നമ്മൾ ഉപയോഗിക്കുന്ന ലിറ്റർജിയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന പ്രകൃതി ബന്ധത്തിലുള്ള സിംബൽസ് അല്ലെങ്കിൽ മെറ്റഫേഴ്സ് എന്തൊക്കെയാണ്? ഏറെക്കുറെയൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം തിരഞ്ഞെടുക്കുക പറയുവാൻ മാത്രം അത്രേ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ആരാധനയിലെ പ്രകൃതി ബന്ധത്തിന് ആരാധനാക്രമങ്ങൾ ഉത്തമ ഉദാഹരണം. എല്ലാ ലിറ്റർജിയിലും സൃഷ്ടിയുടെ സമഗ്രത എന്ന ദർശനം ഉൾച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രാർത്ഥനയിലും സൃഷ്ടിപ്പ്, സൃഷ്ടിതാവ്, സൃഷ്ടി എന്നുള്ള കൺസെപ്റ്റ് വളരെ ശക്തമായി ഉണ്ട്. എല്ലാ ആരാധനയിലും സൃഷ്ടിതാവായ ദൈവം എന്ന ആശയം നിറഞ്ഞു നിൽക്കുന്നു. അതിനാൽ ദൈവം എല്ലാറ്റിൻ്റെയും നിർമ്മാതാവും പരിപാലകനുമാണെന്ന പ്രഖ്യാപനമുണ്ട്. ചില ഉദാഹരണം: ഒന്ന്, ഞങ്ങൾ എന്ന ഏറ്റുപറച്ചിൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വി കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആസ്പെക്ട് വളരെ ശക്തമായ ഒരു പ്രകൃതി ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന് മാത്രമല്ല, അത് നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രതിഭാസം, പ്രകൃതിയും പ്രകൃതിയുടെ ഓരോ കമ്പോണൻസും ചേരുമ്പോഴാണ് ഞങ്ങൾ എന്ന് നമുക്ക് പറയുവാനായി സാധിക്കുന്നത്. സെമിനാരിയിൽ ജോയിൻ ചെയ്ത സമയത്ത് വർഷങ്ങൾ സംബന്ധിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥിര പല്ലവിയാണ് ക്രിസ്ത്യ കീർത്തനങ്ങളിൽ ഇത്രാമത്തെ പാട്ടുപാടി നമുക്ക് ആരാധനയിൽ പങ്കുചേരാം. അപ്പോൾ അത് വളരെ ഒരു ചോദ്യമായിരുന്നു, എങ്ങനെ ഈ ആരാധനയിൽ പങ്കുചേരാമെന്ന് നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പങ്കുചേരുന്നത്? അപ്പോൾ ഒരച്ഛൻ അതിന് നിർവചനം പറഞ്ഞിരുന്നു, ഈ ലോകത്ത് ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചത്തിൽ ഒരു ആരാധന നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യരായ നമ്മൾ അതിനോട് പങ്കുചേരുക മാത്രമാണ് ആ പ്രത്യേക സമയത്തിൽ. അതുകൊണ്ടാണ് ആരാധനയിൽ പങ്കുചേരാൻ എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മൾ എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യ കുലം, മനുഷ്യരാശി മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ഘടകങ്ങളും ഓരോ പ്രകൃതി കണങ്ങളും ഈ ആരാധനയുടെ ഭാഗമാണെന്നുള്ള ഓർമ്മപ്പെടുത്തുക. രണ്ട്, പരിശുദ്ധൻ എന്ന ഏറ്റുപറച്ചിൽ. ദൈവം പരിശുദ്ധനാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് എല്ലാ ആരാധനയിലെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ അശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. അപ്പൊ ഈ ഒരു വാക്ക് കുർബാന തക്സായ മൂന്നാമത്തെ റോഷ്മയ്ക്ക് ശേഷം കുറിച്ചിരിക്കുന്ന പ്രാർത്ഥന ഈ പരിശുദ്ധിയുടെ പ്രകൃതി വീക്ഷണത്തെ വളരെ ശക്തമായി അനാവരണം ചെയ്യുന്നുണ്ട്. അശരീരികളും ശരീരികളും വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി 6 ചിറകുള്ള സ്രാഫേന്മാർ സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം എന്ന് പറയുന്നു. ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന ആർത്തുപാടി സ്തുതിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ എല്ലാറ്റിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയെ സകല സൃഷ്ടിയും ചേർന്ന് പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. 3, സകല സൃഷ്ടിക്കും വേണ്ടിയുള്ള മധ്യസ്ഥത. വിശുദ്ധ കുർബാനയുടെ സദറ പ്രാർത്ഥനയിൽ ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുമ്പാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. ജനത്തിന് മാത്രമല്ല പാപപരിഹാരം, ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയിൽ പാപപരിഹാരം നൽകപ്പെടേണ്ടത് സകല സൃഷ്ടിക്കും കൂടെയാണെന്നുള്ള ബോധ്യം നമ്മളെ ഒരുപാട് നമ്മുടെ ലിറ്റർജിക്കൽ ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ പുതുക്കേണ്ട ഒരാവശ്യമുണ്ട്. ആരാധനയിൽ ഒന്ന് ചെയ്യുന്ന സൃഷ്ടിയുടെ പാരസ്പര്യത. നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടത്. സർവ്വപ്രപഞ്ചത്തിന്റെയും ദൈവവും കർത്താവുമാണ്, സർവ്വ സൃഷ്ടിയെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായുള്ളവയെ മുതലായവ. എല്ലാ സൃഷ്ടിയെയും പ്രകാശിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവികമായിരിക്കുന്ന ബന്ധത്തിൽ ഈ സൃഷ്ടിയെ കാണുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത്. മറ്റൊരു ടോപ്പിക്കാണ് കൗദാശിക ജീവിതവും പാരസ്പരിക ബന്ധവും. ഒരു കൂദാശ എന്ന് പറയുന്നത് അനുഷ്ഠിക്കപ്പെട്ട് തീരുമ്പോൾ അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല, അതിനൊരു ജീവിതമാനമുണ്ട്. അതിൻ്റെ തുടർമാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ, അതിനാണ് കൗദാശിക ജീവിതം എന്ന് പറയുന്നത്. ആരാധനകളും കൂദാശകളും നമ്മെ നയിക്കുന്നത് ഒരു കൗദാശിക ജീവിതത്തിലേക്കാണ്. പ്രകൃതിയുമായുള്ള ബന്ധത്തിലും ഈ കൗദാശിക ക്രമങ്ങൾ രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന കൂദാശകളിലെല്ലാം ഈ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ, പ്രത്യേകിച്ച് കുർബാനയിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ, അപ്പം വീഞ്ഞ്, പിന്നെ മെഴുകുതിരി, വെളിച്ചം, കനല, കുന്തിരിക്കം, വെള്ളം, ഇതെല്ലാം ഓരോരോ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. മാമോദീസയിൽ വെള്ളം, സൈത്ത, മൂറോൺ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഓരോ കൂദാശകളിലും അതിൻ്റെതായിട്ടുള്ള പ്രകൃതി ഘടകങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടാണ് ആ കൂദാശകൾ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ആരാധന എപ്പോഴും പ്രകൃതിയിലെ പാരസ്പരികതയെ ഊന്നൽ നൽകിക്കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ക്രിസ്തീയ ആരാധനയുടെ ഘടകങ്ങളെല്ലാം പ്രകൃതി വിചാരങ്ങൾക്കും പ്രകൃതിയോടുള്ള കരുതലിന്റെയും മാനമുണ്ട്. ജീവിതം കൂടുതൽ നന്മപൂരിതമാക്കുന്നതിനുള്ള വീണ്ടുവിചാരങ്ങളായി
അവ നമ്മിൽ സ്വാധീനം തരുന്നു. എല്ലാ പ്രപഞ്ച ഘടകങ്ങളോടും ചേർന്ന് ആരാധിക്കുമ്പോൾ അത് സ്വർഗീയ ആരാധനയായി പരിണമിക്കും. ഈ ഒരു പ്രസന്റേഷന് അവസരം തന്നതിനുള്ള നന്ദി. താങ്ക് യു. എനിക്ക് അല്പസമയം റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതുന്നു. ഹ്രസ്വമായിട്ട് ടു ദ പോയിന്റ് പറയാനൊരു അവസരമുണ്ട്. മൂന്ന് വിശേഷം നൽകപ്പെട്ട അവസരം. പനിയായി പോയതുകൊണ്ട് ആദ്യത്തെ സെഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള അച്ഛൻ്റെ അവതരണം വായിക്കുവാൻ പറ്റി. ഇന്ന് അച്ഛൻ്റെ അവതരണം ഈ 3 റിഫ്ലക്ഷൻസ് അതെല്ലാം കേട്ടപ്പോൾ ചില കമന്റ്സ് അല്ലെങ്കിൽ എൻ്റെ തന്നെ ചില റിഫ്ലക്ഷൻസ് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, എന്നെ നേരിട്ടറിയാവുന്നവർക്ക് അറിയാവുന്ന, പക്ഷേ 50 വർഷങ്ങളിൽ ആദ്യത്തെ 10-15 വർഷം വളരെ ചെറുപ്പമായിരുന്നു. ബാക്കിയുള്ള വർഷങ്ങൾ ഒരു 30-35 വർഷങ്ങൾ ചർച്ചിനകത്ത് ഈ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ട അതിൽ നിന്ന് വലിയൊരു പശ്ചാത്താപവും ഒരു നഷ്ടബോധവും ഉണ്ടായി. കാരണം ഈ ചർച്ച് തിയോളജി, അച്ഛന്മാരെ തിയോളജി, ഈ ചർച്ച് സിറ്റീസ്, എല്ലാ ചർച്ചസും വളരെ ട്രിവിയലൈസ് ചെയ്യും. ദൈവത്തെ ട്രിവിയലൈസ് ചെയ്യും, മനുഷ്യനെ ട്രിവിയലൈസ് ചെയ്യും, സമൂഹത്തെയും പ്രപഞ്ചത്തെയും ചിന്ത എന്ന് പറയുന്ന കാര്യത്തെയും ദർശനത്തെയും എല്ലാം അങ്ങേയറ്റം എത്രയും ചെറുതാക്കാമോ അങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ആണ് എല്ലാ ചർച്ചസും എന്ന ഒരു കണ്ടെത്തലാണ് കഴിഞ്ഞ 35-40 വർഷം കൊണ്ട് എനിക്കുണ്ടായത്. ജീവിതത്തിൽ അപ്പോൾ അത് വലിയ വ്യർത്ഥമായി പോയി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് എന്നുള്ളൊരു നഷ്ടബോധം ഉണ്ടായത്. പക്ഷെ ഇവിടെ ഇന്ന് വന്നപ്പോൾ അച്ഛൻ്റെ പ്രസന്റേഷനും ഈ 3 റിഫ്ലക്ഷൻസും കണ്ടപ്പോൾ അങ്ങനെയല്ല, അതിൽ തന്നെ ചർച്ചും മറ്റ് എനിക്കുണ്ടായ അനുഭവം അത് തന്നെയാണ്. പക്ഷെ എങ്കിലും അതിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ചില വളരെ ചെറിയ സീഡ്സ്, വിത്തുകൾ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ട്രിവിയലൈസ് ചെയ്യപ്പെട്ട ചർച്ചിനെയും ചർച്ചിന്റെ കാഴ്ചപ്പാടിനെയും വേദശാസ്ത്രം എന്ന് പറഞ്ഞ് പള്ളിയിൽ കൂടെ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുന്നത്, ദൈവത്തെ വെറും നാട്ടുഭാഷയിൽ പറഞ്ഞ വെറും ചെറുതാക്കുന്ന, നാട്ടുഭാഷയിൽ പറഞ്ഞ കൊഞ്ഞാണെന്നു പറയും. അതാണ് സാധാരണ എന്നും കേട്ടു. അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനുള്ള പോസിബിലിറ്റീസ് ചെറിയ തോതിൽ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരും കഴിവുള്ളവരും വളരെ ചെറിയ തോതിലെങ്കിലും ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ നഷ്ടബോധത്തിന് പരിഹരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഇവിടെ ഈ 4 പ്രസന്റേഷനിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് പങ്കുവെക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൽ നിന്നും ഇത് 3 പേരല്ല, ഈ 4 പേരല്ല, കൂടുതൽ ആളുകൾ അങ്ങനെ ഉണ്ട്. ഇന്ന് വന്നവരും വരാത്തവരും ഒക്കെ ഉണ്ട്. അതിനെ ഒന്ന് റിവൈവ് ചെയ്യുവാൻ, ഒന്ന് റീഡിസ്കവർ ചെയ്യുവാൻ, റീ എൻവിഷൻ ചെയ്യുവാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ ചില
വിത്തുകൾ അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തോന്നി. അതൊന്ന് പങ്കിടുക എന്നാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഈ ഓരോ പ്രസന്റേഷനെ കുറിച്ച് എന്തെങ്കിലും അതിന്റെ പോരായ്മകളെ കുറിച്ചോ അതിനൊക്കെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യുവാനായിട്ടല്ല. കാരണം അതിന് മനുഷ്യൻ ഇന്നാഡിക്വറ്റ് ആണ്. പക്ഷേ ഞാനിവിടെ പറഞ്ഞത് വളരെ ഹോപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതിന് ഉള്ള ശ്രമങ്ങൾ എല്ലാ സഭകളിലും കൂട്ടായിട്ടും ഉള്ളവരെ നടത്തിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. ദൈവത്തെ ട്രിവിയലൈസ് ചെയ്തതിൽ നിന്നും അല്പമെങ്കിലും ദൈവത്തെ മോചിപ്പിച്ച് ദൈവികത എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെല്ലാം ട്രിവിയലൈസ് ചെയ്യുന്ന ഒരു മിഷനാണ് ഇന്ന് തിയോളജിയൻസും സോക്കോൾഡ് തിയോളജിയൻസ് എല്ലാവരും അല്ല, മെയിൻ സ്ട്രീം അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് ഒക്കെ അങ്ങനെയാണ്. അതിൽ നിന്നൊന്ന് ലിബറേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ചെറിയ തോതിലെങ്കിലും ഉപയോഗിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും, വലിയൊരു ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും എന്ന ചിന്ത പങ്കിടുവാൻ സമയമെടുത്തതിൽ അത് ശരിയോ തെറ്റോ പോരായ്മയുണ്ടോ എന്ന് അറിയില്ല. അതാണ് വാട്ട് ഐ ഹാവ് ടു സേ. സ്നേഹിതർ, ഞാൻ ജോൺ ഡി കുന്നത്ത് സാറിൻ്റെ പ്രസൻറ്റേഷൻ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അതിന് അടുത്തിടെ ഞാൻ വായിച്ചൊരു പുസ്തകം കാരൺ ആംസ്ട്രോങ്ങിൻ്റെ ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകം. അപ്പം ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. ഈ ദൈവം എന്ന് പറയുന്ന വാക്ക് ഒരു പോളിസെമി, എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ശരിയാണോ തെറ്റെങ്കിൽ തിരുത്തുക. ഇതിന് നാനാർത്ഥങ്ങളാണ്. ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല ഒരു ഫിലോസഫർ മനസ്സിലാക്കും, ആ അർത്ഥത്തിലല്ല വേറൊരു മിസ്റ്റിക്ക് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ഡെപ്ത് എത്രമാത്രം ആയിരിക്കണമെന്ന് കുന്നത്ത് സാറ് അതിൻ്റെ അകത്ത് ഒരു ദൈവത്തെ രാജാവായിട്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ദൈവം രണ്ടാമത്തെ കാഴ്ചപ്പാട് പറയുമ്പോൾ അത് ഒന്നുമില്ല, റോബോട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത്. ഒരു മൂന്നാമത്തെ കാഴ്ചപ്പാട് വരുമ്പോൾ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഡയമെൻഷൻ ഇന്നുണ്ട്. ടില്ലിക്ക് തന്നെ പറഞ്ഞാണ് ദൈവത്തെക്കുറിച്ച് ദ ഗ്രൗണ്ട് ഓഫ് ബീയിങ് എന്നാണ് പറയുന്നത്, ഉണ്മയുടെ അടിത്തറ. അപ്പൊ ആ ഒരു ദാർശനിക തലത്തിലോട്ട് ദൈവസങ്കല്പത്തെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചെങ്കിൽ ഈ ട്രിവിലൈസേഷൻ സാറ് പറഞ്ഞ പോലെ ദൈവത്തെ ഒരു ചുരുക്കി ഒരു ആന്ത്രോപോമോർഫിക് ഡയമെൻഷനൊക്കെ കാണുന്നത് അത് ഒരു ഉയർന്ന തലത്തിലേക്ക് കാണാനായിട്ട് ഈ ആധുനിക 21-ാം നൂറ്റാണ്ടിലേക്ക് സാധിക്കും. ഇപ്പൊ ഈയിടെ അന്തരിച്ച അക്സർ അലി എഞ്ചിനീയർ പറഞ്ഞ ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മതപണ്ഡിതനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് മതത്തെ സൂക്ഷ്മമായും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. മതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചരിത്രകാരനും സാംസ്കാരിക നരവംശനും കൂടിയായിരിക്കണം. മേൽ സൂചിപ്പിച്ച 3 വിജ്ഞാന മേഖലയിൽ അവഗാഹമില്ലാത്ത ഒരു മതപണ്ഡിതൻ മതത്തെ അതിന്റെ സങ്കുചിതമായ ഗ്രഹണമാണ് നിർവഹിക്കുന്നത്. അക്സർ അലി എഞ്ചിനീയർ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ മതദർശനങ്ങളെ തത്വജ്ഞാനവുമായിട്ടും ശാസ്ത്രവുമായിട്ടും ചരിത്രവുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അതിന് തിയോളജി അല്ല, അതിന്റെ അടുത്ത ലെവലുണ്ട് ഡീപ് തിയോളജി, ആഴമായിട്ടുള്ള ദൈവവിശ്വാസം. അവിടെ മതങ്ങൾ തമ്മിലുള്ള പിന്നെ ദൈവ സങ്കല്പങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു തലത്തിലേക്ക് സാധാരണ മനുഷ്യനെ കൈപിടിച്ചുയർത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി തോന്നുന്നു. ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 3 പേപ്പറുകൾ വ്യത്യസ്ത തലങ്ങൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ഒരു ഡയമെൻഷൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി. ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രസന്റേഷൻ കേട്ടപ്പോൾ ഒരു ക്ലർജി ഡൊമൈനിൽ നിന്നുകൊണ്ട് അവരുടെ പ്രസന്റേഷൻ എന്ന് എനിക്ക് തോന്നി. അത് ഞാനൊരു ലേ ആയതുകൊണ്ടും അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ശാസ്ത്ര അധ്യാപകനായതുകൊണ്ടും എനിക്കൊരു പക്ഷെങ്കിൽ അനുഭവപ്പെട്ടതായിരിക്കും എനിക്ക് തോന്നുന്നു.
എൻ്റെ ഒരു സാറിൻ്റെ പേപ്പറിലും ചില വ്യത്യാസമായിട്ട് തോന്നിയത് വേൾഡ് വ്യൂ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണയിൽ അതിൻ്റെ ഒരു അടിത്തറ നമ്മളെവിടെയും കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചർച്ചെന്നും ജോണമിഡ് സാറ് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ലേ പീപ്പിളാണ്. ഈ ചർച്ച് സാക്രമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ചർച്ച് ഔട്ട്സൈഡ് ദ ചർച്ച്, സാക്രമെന്റ് ബിയോണ്ട് ദ സാക്രമെന്റ്, ഈ ഒരു ചിന്തകളാണ് പലപ്പോഴും ഈ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു യുക്തിയുടെ വരുന്ന സമയത്ത് പലപ്പോഴും കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആരാധന, ഭാഷാന്തരം, പരിഭാഷ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സമയങ്ങളിൽ ഇതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു പക്ഷെങ്കിൽ ഡോക്ടർ എം എം ബോസാറിന് ചില ചിന്തകളുണ്ട്. പ്രഗത്ഭനായ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ, അതിന് പേര് ഞാൻ പറഞ്ഞു, ബെൽത്തെ കറക്റ്റ് എന്നൊക്കെ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തെ എം എം ബോസാർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സൺഹുഡിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഈ പ്രപഞ്ച വീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു ഐ ഇറ്റ് റിലേഷൻഷിപ്പാണ് സാധാരണഗതിയിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എം ബോസാർ തിയോളജിനെ കോട്ട് ചെയ്ത് പറയുന്നത് ഒരു ഐ ദൗ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവിടെ ഈ പ്രപഞ്ച വീക്ഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ബേസിക്കലി ഈ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്, ഒരു വിഷനാണ് വരുന്നത്. അപ്പോൾ പ്രൈമൽ വിഷനുണ്ട്, വൺനെസ്സിനെ കുറിച്ചുള്ളൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒത്തിരി അങ്ങനെയുള്ള സങ്കല്പങ്ങളാണല്ലോ, വൺനെസ് ഉണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രൊഫറ്റിക് സ്പിരിച്വാലിറ്റി, സൃഷ്ടാവ്, അതിൻ്റെ ഒരു വൺനെസ്സിനപ്പുറമായിട്ടുള്ള ഒരു വേർതിരിവ് എവിടെയോ ഒരു അല്പം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, സൃഷ്ടിയും സൃഷ്ടാവും എന്ന് പറയുന്നതായിട്ടുള്ള സമയം. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഇൻവോൾവ്മെന്റ്, അതാണ് പ്രൊഫറ്റിക് സ്പിരിച്വാലിറ്റിയുടെ എസൻസ് എന്ന് യേശുക്രിസ്തു ഉയർത്തിപ്പിടിച്ചത്. ഈ പ്രവാചക പാരമ്പര്യവും പ്രവാചക ആധ്യാത്മികതയും. അതുകൊണ്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിനോടുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെ അർത്ഥപൂർണ്ണമായിട്ട് കണ്ടെത്താനായിട്ട് നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ശക്തീകരണങ്ങൾക്ക്, നമ്മുടെ ദർശനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഉന്നയിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ ഒരു നെയ്ബർഹുഡിനുണ്ടാകുന്ന ഒരു രൂപാന്തരം, ഒരു വ്യതിയാനം, അതെങ്ങനെ സാധിച്ചെടുക്കാനായിട്ട് ഒക്കും? ആ ഒരു അന്വേഷണം അത് തീർച്ചയായിട്ടും ഒരു വലിയ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതൊരു ഐസൊലേറ്റ് ചെയ്ത വേർപെടുത്തിയെടുത്തിയ ഒരു സംരംഭമായിട്ടല്ല. അതിന് നമ്മുടെ പഠനങ്ങൾ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വായിക്കുന്നത് ബലഹീനരോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ്. റെസിസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരോട് നാം കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി മരിച്ചു, അതിഥി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വേറൊരാളിപ്പോൾ ആശുപത്രിയിൽ കിടക്കുക. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഈ അവസാനം ജയിൽ സന്ദർശിച്ചത് തിരുവണ്ടി കാണാൻ പോയത് ഒരു അമ്മയാണ്. അമ്മ ജയിലിലാണ്. എന്താണ് കാരണം? ബലഹീനനായ എൻ്റെ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊന്നു ആയിരുന്നു അമ്മയുടെ പേരിലുള്ള. ആ അമ്മയുടെ അതിന് പ്രേരിപ്പിച്ച ഘടകം അവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ നെയ്ബർഹുഡിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വളരെ നിസ്സാരമായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടി ഒരു ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലി കിട്ടും. അപ്പോൾ പ്രതിമാസം ഏതാണ്ട് 10,000 രൂപയുടെ വരുമാനം. അപ്പോൾ ഈ യുവതിയായ അമ്മയ്ക്കും ഒരാഗ്രഹം, ഒരു തൊഴിൽ, ഹോം നേഴ്സായിട്ട് മനസ്സിലായി. പക്ഷെ കുട്ടികൾ 4, അതിൽ ഇളയ കുട്ടി കൂടെ. ഈ കുട്ടി തൻ്റെ ഈ ഹോം നേഴ്സായിട്ട് പോകുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിത ബാക്കി തെറ്റിദ്ധരിച്ചതായിരിക്കും, അതിന് തടസ്സമാകുന്നതെന്ന് കണ്ടപ്പോഴാണ് ഈ കുട്ടിയുടെ ജീവൻ എങ്ങനെയാണെന്ന് നഷ്ടപ്പെടുത്തിയേക്കാൻ വിചാരിച്ച് പഴത്തിനകത്തോ ഭക്ഷണത്തിനകത്തോ ഉണ്ടോ ആ അമ്മയെ കാണാനാണ് ഞങ്ങൾ കുറച്ചുപേരെ ഇവിടെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് കാരണം ഈ നമ്മുടെ ആളത്വത്തിൻ്റെ രൂപീകരണത്തിലും ഒക്കെയും നെയ്ബർഹുഡ് ആണ് പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിക്കുന്നത്. അത് കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ പ്രകൃതിയും.
അപ്പൊ നെയ്ബർഹുഡ് റിലേഷൻസിനെ ഒരു വലിയ വിഷന്റെ ആഭിമുഖ്യത്തിൽ, ദർശനത്തിൽ, അതിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ, ഒരന്വേഷണം സാധിക്കുമോ പ്രസക്തമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുന്ന ഒരു ദർശനം, ഒരു ആരാധനയോ ഒക്കെ നമുക്കാകാമെങ്കിലും നമ്മുടെ ഇടപെടൽ ആത്യന്തികമായിട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഉണ്ടാവണം എന്ന് തോന്നുന്നു. ഒരു പക്ഷെങ്കിൽ ഈ വലിയ തീം റൈസൺ ഓഫ് അവർ ഫെയ്ത്ത്, ആ വിസ്തൃതമായ ചക്രവാളത്തെ എവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്? ചക്രവാളം അകലെയാണ്, പക്ഷേ തൊട്ടടുത്താണ്. ആ ചക്രവാളത്തിന്റെ അർത്ഥതലം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ അന്വേഷണം അതുകൊണ്ട് ചക്രവാളത്തെ കണ്ടുകൊണ്ടുള്ള നമ്മുടെ അന്വേഷണം നമ്മുടെ ഇമ്മീഡിയറ്റ് ചുറ്റുപാടിൽ നമുക്ക് ആരംഭിക്കുന്നതിന് സാധിക്കണം. അവിടെ ഒന്ന് പരിവർത്തനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. അതിന് വലിയൊരു മുഖാന്തരം നമ്മുടെ വിചാര തടസ്സം കുറിച്ചിരിക്കുന്നതിൽ സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവിടെ പേപ്പർ പ്രസന്റ് ചെയ്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പ്രയത്നം കൂടുതൽ ഫലപ്രദമായിട്ട് തീരട്ടെ. അത് ഇതരരിലേക്ക്, മറ്റുള്ളവരിലേക്ക് കൂടുതൽ തെളിച്ചം, പ്രകൃതിയിലേക്കും കൂടുതൽ തെളിച്ചം പകരുന്നതിനിടയായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടിയൊരു അങ്ങനെ കുറച്ചുകൂടെ സമ്പുഷ്ടമാകുന്നതിനും പ്രകാശിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാവൻ സാറിനുള്ള പ്രത്യേക നന്ദി. സമാപന സെഷൻ തുടങ്ങുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് റിപ്പോർട്ടുകളിലേക്ക് വിശ്വാസത്തിൻ്റെ ചക്രവാളം വികസിപ്പിക്കാനുള്ള ഈ പ്രയാണത്തിൽ വളരെ സൈദ്ധാന്തികമായ തലം അവതരിപ്പിച്ചുകൊണ്ട് 4 പേർ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊരു നിർദ്ദേശമുള്ളത്, ഈ സൈദ്ധാന്തിക തലം അത്യാവശ്യമാണ്, ഒരു ദിശാബോധം നൽകാൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് അതിൻ്റെ പ്രായോഗിക തലവും എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥയിൽ എന്ന് വെച്ചാൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ ഒക്കെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുവരുന്നത്. അതൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു കർത്തവ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ബഹുമാന്യരായ പുരോഹിതർക്കും മറ്റുള്ളവർക്കും, പുരോഹിതർക്ക് കോൺഗ്രിഗേഷനിലും മറ്റുള്ളവർക്ക് ചുറ്റുപാടിലും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവൂ എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കേരളവും ഇന്ത്യ ഒട്ടാകെയും എന്ന് തോന്നലുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇനി റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഗ്രൂപ്പ് 1 ദയവായി പ്രതിനിധി റിപ്പോർട്ട് അവതരിപ്പിക്കുക, സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുക. ഞങ്ങളുള്ള വേദിയിലെ ഇന്നത്തെ ഈ പ്രത്യേക മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരുടെ ഗ്രൂപ്പ് 1 ഞങ്ങൾ മുതലാളികളും ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ളവരായിരുന്നു. ഇന്ന് അവതരിപ്പിച്ച അച്ഛൻ്റെ പേപ്പറും അതുപോലെ തന്നെ മറ്റ് 3 വ്യക്തികൾ അവതരിപ്പിച്ചതായിട്ടുള്ള പേപ്പറിനെ സംബന്ധിച്ച് വളരെ ആഴമായൊരു ചർച്ച നടക്കുവാനായിട്ട് ഇടയായില്ല. എങ്കിലും പേപ്പറുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സാറ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി തെറ്റിദ്ധാരണകളും അതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ ആഴം കുറഞ്ഞിരിക്കുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എന്താണ് വിശ്വാസം എന്നുള്ളതും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇന്നത്തെ പേപ്പർ
ഒരു പരിധി വരെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചർച്ചയിൽ കൂടിയിരുന്നവരുടെ ചർച്ചയിൽ നമുക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗം വന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള പേപ്പർ പ്രസന്റേഷനെ സംബന്ധിച്ചൊരു ചിന്തയിലേക്കാണ് ഞങ്ങൾ നീങ്ങിയത്. ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ഇതിനെ സംബന്ധിച്ചുള്ള ചില ചിന്തകളാണ് ഞങ്ങൾ പിന്നീട് പങ്കുവച്ചത്. അത് പേപ്പർ പ്രസന്റ് ചെയ്യുവാനായിട്ട് നോർത്ത് കേരള ഡയസിസിലെ വർഗീസിനെയാണ് ചുമതലപ്പെടുത്തിയത്. മൊത്തത്തിൽ ഇന്നത്തെ പേപ്പറുകൾ വളരെ വളരെ പ്രയോജനകരമാകുന്ന ഒരു അനുഭവത്തിലാണ് ഞങ്ങൾക്ക് എത്തുവാനായിട്ട് ഇടയായിട്ടത്. മറ്റ് സംശയം. എൻ്റെ പേര് പോൾ ജോസഫ്. ഞാൻ CSI ഉത്തര കേരളയിലെ പുരോഹിതനാന്ന് പറയാൻ പറ്റിയല്ല, ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുമ്പിൽ വെച്ചവൻ അർത്ഥമെന്നാണ് പഠിച്ചിരിക്കുന്നത്, ഒരു വൈദികനാണ്. ഞങ്ങൾ ഗ്രൂപ്പ് 2 ബഹുമാനപ്പെട്ട അച്ഛൻ രാവിലെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ചിന്തകളെ വല്ലാതെ വെല്ലുവിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛനോട് അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ ചിന്തകളിൽ ഇതിനോടനുബന്ധിച്ച് വന്ന ചില കാര്യങ്ങളിൽ ഒന്ന് വിശ്വാസം എന്നുള്ള അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എന്ന് ഡിഫറൻ്റായിട്ടുള്ള സഭകളെ മാറ്റിവെച്ചിട്ട് ആകമാന മനുഷ്യ സമൂഹം എന്ന നിലയിൽ ഒരു കോർപ്പറേറ്റ് ഇമേജ് ഓഫ് ക്രിസ്ത്യൻസ്, അവരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്രകാരം ക്രിയാത്മകമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് അച്ഛൻ്റെ പേപ്പറിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ വളരെ ഗഹനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രായമായ ഒരു സാറിൻ്റെ ഒരു ചിന്തയുണ്ടായത് ദൈവം എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളതാണ്. അതിന് പറഞ്ഞൊരു ഉദാഹരണം, ഫറവോന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേലിനും നടന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇന്ന് ആ ഒരു തരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ എവിടെ ആയിരിക്കുമെന്ന് വരെ ചിന്തിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. പിന്നെ മറ്റു ഒരു കാര്യം ഞങ്ങൾ ചിന്തിച്ചത്, ഈ ഞാൻ എന്ന കോൺസെപ്റ്റ് അത് എവിടെയാണ്, എങ്ങനെയാണ്, ഏത് തലങ്ങളിലാണ് അതിനെ പരിവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്ത് ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്താണെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുമ്പോൾ അവരിനെയും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കാതെ പോകുമെന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സീമകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്താണെന്നുള്ള ഒരു കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ അവരവരുടെ ദൗത്യ നിർവഹണത്തിന് സഹായിക്കുന്നത് എന്നാണ് അച്ഛൻ ഞങ്ങളെ ഇന്ന് വെല്ലുവിളിച്ച് ആ ഒരു തലത്തിൽ ചിന്തിക്കുവാനാണ് അച്ഛൻ്റെ വാക്കുകളെ ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മളിപ്പിച്ച മറ്റ് 3 പേർക്ക് അത് ഞങ്ങളുടെ വിവിധങ്ങളായ ബോധമണ്ഡലങ്ങളിൽ ചിന്തകൾ ഉണർത്തിയിട്ടുണ്ട്. അത് വരുന്ന ആളുകളിൽ ഗുണകരമായിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ട അലക്സ് സുമൻ അച്ഛനെ അടുത്ത പേപ്പർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെയായിരിക്കും, പൂർണ്ണമായി when the image of God is served. ആ ഒരു ചോദ്യം, അതിൻ്റെ കൂട്ട് അത് പ്രിയപ്പെട്ട അച്ഛൻ്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടുമുള്ള ഞങ്ങളെ ശ്രദ്ധിച്ചതിന് നിങ്ങളോടുള്ള നന്ദി. താങ്ക് യു. എൻ്റെ പേര് ബിജോയ് എന്നാണ്. ഞാൻ ഈസ്റ്റ് കേരള മഹായിടവയിൽ പ്രവർത്തിക്കുന്നത്. 3-ാം ഗ്രൂപ്പിൽ ഞങ്ങൾ അച്ഛൻ അവതരിപ്പിച്ച പേപ്പറും അതുപോലെ തന്നെ മറ്റു 3 പേപ്പറുകളും പൊതുവായി ചർച്ച ചെയ്തു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദൈവശാസ്ത്ര ചിന്തകളുടെ വ്യത്യാസവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ പൊതുവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പൊതുവായി ചർച്ചയാണ് വന്നത്. പ്രത്യേകിച്ചും അച്ഛനോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ്, ചേഞ്ചിങ് ഹ്യൂമാനിറ്റി, പുത്തൻ മാനവികതയെക്കുറിച്ച് ഇപ്പോൾ ചർച്ചിൻ്റെ
ഏതെങ്കിലും ഒരു ചർച്ചയില്ല പൊതുവെ സഭ എന്നുള്ള ഇതൊരു വീക്ഷണം എങ്ങനെയാണ്, റെസ്പോൺസ് എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കത് എങ്ങനെ അതിനെ കാണാൻ പറ്റും എന്നുള്ളൊരു പൊതുവായൊരു ചോദ്യമാണ് ഉയർന്നു വന്നത്. മറ്റു 3 പേപ്പറുകളും നല്ല നിലവാരം പുലർത്തുകയും അതുപോലെ തന്നെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമാണ് എന്നുള്ള ഒരു പൊതു കാര്യമുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത തവണ പേപ്പർ അവതരിപ്പിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും മിസ്റ്ററിയും ആൻഡ് മാസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ഒരു പേപ്പറാണ് ഉദ്ദേശിക്കുന്നത്. അത് അവതരിപ്പിക്കാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ 10:30 എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. ഇതാണ് പൊതുവെ പറഞ്ഞത്. വളരെ സജീവമായ ചർച്ചകളാണ് ഗ്രൂപ്പിൽ നടന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങളത് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു എന്ന് എനിക്കറിയാം. ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ചോദ്യങ്ങളും ഇഷ്യൂസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആദ്യമേ നമ്മുടെ ഇമാമൻ സാർ പറഞ്ഞതുപോലെ ഈ പ്രധാന വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഇത് കൂടുതൽ എൻറിച്ചിങ് ആയിരിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് സയൻസ് ആൻഡ് റിലിജൻ തീർച്ചയായിട്ടും ഇതിനോട് ബന്ധപ്പെടുത്താവുന്നതാണ്. കാരണം ഫെയ്ത്ത് ഡയമെൻഷനും റീസണിൻ്റെ ഡയമെൻഷനും നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അത് രണ്ടുമാണ് സയൻസ് ആൻഡ് റിലിജനിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ ഇത് വിഷയത്തോട് ബന്ധപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പേപ്പർ ഞാനൊന്നുകൂടെ വായിച്ച് ചില എസൻഷ്യൽ കറക്ഷൻസും അഡീഷൻസും ഒക്കെ ഉണ്ട്. എങ്കിലും അത് പൂർണ്ണമാകില്ല. ടൈപ്പോഗ്രാഫിക്കൽ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അത് ഗൗരവമായിട്ട് എടുക്കണ്ട. ഞാൻ കറക്റ്റ് ചെയ്ത് ഞാൻ പിന്നീടായി അയച്ചു കൊടുത്തുകൊള്ളാം. അതുകൊണ്ട് നിർവ്വേഷണം ഇമെയിലിൽ നമുക്ക് അയക്കുകയും ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്ന ഒരു വിഷയം വളരെ വളരെ വിപുലമായ ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നമ്മൾ സ്പർശിച്ചില്ല. ഇവിടെ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു വിഷയമാണ്. നമ്മളിപ്പം വേദപുസ്തകത്തിൻ്റെയും ക്രിസ്തീയ ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ട്. മറ്റ് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പോൾ ഒരിക്കലും അവഗണിക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യയുടെ ആധ്യാത്മിക ദാർശനിക പാരമ്പര്യം. അത് വിപുലമായ അർത്ഥത്തിൽ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും എന്നിവയുള്ള മത സംഹിതകളെല്ലാം തന്നെ അതിനകത്ത് വരും. അപ്പം അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഈ ഹ്യൂമൻ എന്നുള്ള സങ്കല്പം വീണ്ടും വ്യത്യസ്തമാകും. വ്യത്യസ്തം ഞാൻ പറയുന്നത് വിപുലമാകുന്നു എന്ന് പറയുന്നത് കുറെ കൂടെ എൻറിച്ചിങ് ആയിട്ട് വരുന്നു എന്നുള്ളതായിരിക്കും കുറെ കൂടെ ശരി. പിന്നെ ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വീണ്ടും വിപുലമാവുക. ഒരു കാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു ഫിസിക്സും ഈ ആസ്ട്രോണമിയും ഒന്നും ഈ മനുഷ്യൻ്റെ ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, അതൊക്കെ ഒബ്ജക്റ്റീവ് സയൻസസ് ആണ്, മനുഷ്യ ദർശനം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയും. ഇപ്പം തിരിച്ചാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് കാണും ഈ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോസ്മോളജിയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആസ്ട്രോഫിസിക്സിലും കോസ്മോളജിയിലും ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പ്രധാനപ്പെട്ട ഒരു സംഗതി. അടുത്ത നമ്മുടെ കുടിവരവിൽ അതുകൂടി ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ മനുഷ്യന് വേണ്ടിയാണോ ഈ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയത്, അതോ മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ അതങ്ങനെ തന്നെ ഒരു പ്രത്യേക സ്ഥലം അതിൽ കണ്ടെത്തുകയായിരുന്നു? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. അത് ആന്ത്രോപോളജിയാണ്, ബേസിക്കലി തിയോളജിക്കൽ ആന്ത്രോപോളജിയാണ്. ഈ ഇന്റർ ഡിസിപ്ലിനറി ആകുന്നതിൻ്റെ ഒരു വലിയ പ്രയോജനം ആർക്കു വേണ്ടിയാണ് ശാസ്ത്രം, ആർക്കു വേണ്ടിയാണ് ടെക്നോളജി എന്നുള്ള ചോദ്യം എല്ലായിടത്തും നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറഞ്ഞതുപോലെ എവല്യൂഷണറി ബയോളജി ആണെങ്കിലും ബയോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏതെങ്കിലും മേഖലയിൽ പുതിയ കണ്ടുപിടുത്തമോ പുതിയ പര്യവേക്ഷണമോ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം ഫോർ ഹൂം എന്നുള്ള ചോദ്യം നമുക്ക് എപ്പോഴും ചോദിക്കണം. അതൊരു അൾട്ടിമേറ്റ് എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. ഇപ്പം ആറ്റം ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുമ്പോൾ ഉടനെ ചോദിക്കണം ഫോർ ഹൂം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഏക വ്യക്തി മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, അവർക്ക് സഫർ ചെയ്യാനേ പറ്റൂ. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഈ മൃഗങ്ങളും ചെടികളും നശിച്ചു പോകും. പക്ഷെ മനുഷ്യന് ചോദ്യം ചോദിക്കാം.
ജപ്പാനിലെ സമാധാനത്തിന് വേണ്ടി മനുഷ്യന്റെ സാധാരണ ഉപയോഗത്തിന് വേണ്ടിയുമാണ് ന്യൂക്ലിയർ റിയാക്ടർ അവിടെ ഉണ്ടാക്കിയത്. സ്ഥലത്തിന്റെ പേര് ഫുക്കുഷിമ അല്ലേ? ഫുക്കുഷിമ. പക്ഷെ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ജപ്പാൻകാർ ചോദിച്ചു, ലോകത്തിലുള്ള എല്ലാവരും ചോദിച്ചു ഫോർ ഹൂം എന്നുള്ളത്. ആ ചോദ്യം എനിക്ക് തോന്നുന്നത് എല്ലാ സയൻസിലും ടെക്നോളജിയിലും ദർശനങ്ങളിലും ചോദിക്കേണ്ട ചോദ്യമാണ്. അവിടെയാകുമ്പോൾ ആന്ത്രോപോളജിയുടെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ അവിടെയായിട്ട് വരും. അങ്ങനെ വരുമ്പം ആ ചോദ്യം ഫിലോസോഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള അർത്ഥങ്ങളായിട്ട് വരും. ഫോർ ഹൂം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് പേഴ്സൺ ഫോർ ഹൂം വി ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഹൂ ഡസ് ഇറ്റ് എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്കാണ് ദൈവമായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഇന്റർ ഡിസിപ്ലിനറി സെർച്ച് ഫോർ വാട്ട് ഈസ് ഹ്യൂമൻ ഈസ് എസെൻഷ്യലി എ തിയോളജിക്കൽ സെർച്ച്. ഞാനത് എടുത്തു പറയാൻ കാര്യം, ഞങ്ങളൊക്കെ തിയോളജി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഒരു വലിയ അളവ് വരെ ക്രിസ്ത്യൻ ആന്ത്രോപോളജിയെ നമ്മുടെ സ്ക്രിപ്ചറിൻ്റെയും നമ്മുടെ ഈ പ്രബോധനങ്ങളുടെയും മാത്രം ഒരു വട്ടത്തിൽ ഒതുക്കി നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. അപ്പം പക്ഷേ നമ്മൾ മൊത്തത്തേക്ക് മാറിക്കഴിയുമ്പം വേറൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സഭകളുടെ കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യവർഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. യൂണിറ്റി ഓഫ് ദി ചർച്ചസ് എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളത് ശക്തിയായിട്ട് വന്നിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും മറ്റും അത് ഊന്നി പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ സഭകളാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ സഭകളുടെ ഐക്യം അടിസ്ഥാനം ഇടാനായിട്ട് നമ്മളെ സഹായിക്കും. ബട്ട് വി ആർ നോട്ട് ലിമിറ്റഡ് ടു ഇറ്റ്. വി ആർ എക്സ്പാൻഡിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിറ്റി ഫോർ ഹോൾ ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 1990s ഒക്കെ ആയപ്പോഴത്തേക്ക് അത് മാറി ഫോർ ദ ഹോൾ ക്രിയേഷൻ എന്നുള്ളതായി. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും നമ്മുടെ എക്യുമെനിക്കൽ വിഷനിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ യു ബിഗിൻ വിത്ത് മാൻ, യു ബിഗിൻ വിത്ത് man and women, you begin with the human community, you begin with the other religion, you include other religions, you include the whole of the cosmos. അങ്ങനെ വരുമ്പോൾ മാത്രമേ മനുഷ്യനെ കുറിച്ചുള്ള ദർശനം ഒരു ചെറിയ അളവിലെങ്കിലും തൃപ്തികരമായിട്ട് നമ്മൾ കാഴ്ചവെക്കാൻ സാധിക്കും. വലിയ ടാസ്ക്. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള സമയത്ത് ഈ ഇന്റർ ഡിസിപ്ലിനറി ആകുക എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പ്രയാസമാണ്. കാരണം നമുക്ക് അറിയാവുന്ന മിക്കവാറും 1-2 ഏരിയാസ് ആയിരിക്കും നമുക്ക് അല്പം പരിചയമുള്ളത്. മറ്റേത് നമുക്ക് പൂർണ്ണമായിട്ട് പരിചയമില്ലെങ്കിലും അതിലൂടെ അറിയാനായിട്ടുള്ള ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവണം. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളിൽ ഒന്ന് ബ്രഹ്മ ജിജ്ഞാസ എന്നുള്ളതാണ്. ആ വാക്ക് ക്രിസ്ത്യൻ ട്രഡീഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്നുള്ളത് മാത്രമല്ല, സകലത്തെയും അറിയുക എന്നുള്ളതാണ്. കാരണം സകലത്തിനും കാരണഭൂതമായ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബ്രഹ്മജിജ്ഞാസ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നമ്മുടെ ശങ്കരാചാര്യനും മറ്റും കമന്ററി എഴുതിയേക്കുന്നവരിട്ട് സന്യാസിനെ കുറിച്ച് ഒത്തിരി എഴുതുന്നുണ്ട്. അഥതു ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ ബ്രഹ്മസൂത്ര ഭാഷയുടെ തുടങ്ങുന്നത്. നമുക്കും ഈ എക്സ്പ്ലോറേഷൻ is not a physical exploration, not simply a psychological, mental exploration, but essentially and ultimately it is Brahma Jignasa എന്ന് പറയാമെന്ന് തോന്നുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പ്രസൻറ്റേഷനൊക്കെ നടത്തി. വെരി ഹാപ്പി. ഇത് നമുക്ക് ഡീപ്പൻ ചെയ്യാം ഈ ഒരു ഒരുമിച്ചുള്ള ഈ ചിന്ത. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ അതിൽ നിന്ന് പ്രയോജനം കിട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല. എല്ലാവർക്കും നന്ദി. മറ്റ് സ്നേഹിതരെ, നമ്മുടെ ഇന്നത്തെ ഈ സെഷന് ഏതാണ്ട് സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം വളരെയധികം കുറച്ചെങ്കിലും മുന്നോട്ട് പോയി. അതുകൊണ്ട് നന്ദിയുടെ വാക്കുകൾ ഏറ്റവും കുറയ്ക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന് നന്ദി കുറവുണ്ടെന്ന് അർത്ഥമില്ല, വാക്കുകൾ കുറയ്ക്കുന്നു എന്ന് മാത്രമേ. തീർച്ചയായിട്ടും അതുപോലെ വിചാരിക്ക് നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുണ്ട്. വളരെ പ്രത്യേകിച്ച് കെ.എം. ജോർജ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയാം. അച്ഛൻ്റെ ഒരു അഗാധമായ പാണ്ഡിത്യവും ആ ഫിലോസഫിക്കൽ മൈൻഡും കൊണ്ട് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാം എങ്കിൽ പോലും അങ്ങനെ വളരെ കാഷ്വലായിട്ടല്ല അച്ഛൻ ഒരു പ്രസൻറ്റേഷനും ഒരിക്കലും നടത്തുന്നത്. ആ പ്രസൻറ്റേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്.
വളരെയധികം സമയം അതിന് പിന്നിൽ ചെലവഴിച്ച് മാത്രമേ അച്ഛൻ എവിടെയും ഒരു പ്രസന്റേഷൻ നടത്താറുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്കും ഇന്ന് വന്നവർക്കും വളരെ വ്യക്തമായി എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അച്ഛൻ്റെ റിട്ടയർമെന്റിന് ശേഷം ചിലവഴിക്കുന്ന സമയത്തിൽ ഒരു നല്ല പങ്ക് സമയം വിചാരിക്കു വേണ്ടി ഈ ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്ത് ലോങ് ടേമിലേക്ക് നടത്താൻ അച്ഛൻ ദീർഘകാലത്തെ ചർച്ചയിലൂടെയാണ് അച്ഛൻ സമ്മതിച്ച് ഇതിനു വേണ്ടി സമയം മാറ്റി തന്നിരിക്കുന്നത്. വിചാരം അങ്ങേയറ്റം അച്ഛനോട് നന്ദിയുള്ളവരാണ്, കടപ്പാടുള്ളവരാണ് എന്ന് സമ്മതിക്കുന്നു. ഇന്നും കഴിഞ്ഞ വർഷത്തിന് ശേഷം ഒരു വലിയ ദീർഘമായ വിദേശ യാത്രയ്ക്ക് ശേഷം വീണ്ടും വന്ന ഫോണിലൂടെയും മറ്റു ചർച്ചയിലൂടെയും ഈ ഒരു തീമിൽ എത്തിച്ചേരുകയും വളരെ അർത്ഥഗാംഭീര്യത്തോടുകൂടെ ഉള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്ത അച്ഛനോട് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാനുടെ പേരിലുള്ള നന്ദിയെ ഈ സമയം. ഇന്നത്തെ നമ്മുടെ ഈ ദിവസത്തെ മറ്റ് 3 പ്രസന്റേഷൻ കൂടെ നമ്മളെ വളരെ അർത്ഥപൂർണമാക്കി തീർത്തു. തീർച്ചയായിട്ടും വളരെ സമയം ചെലവഴിച്ച് തന്നെയാണ് മറ്റ് 3 പേപ്പേഴ്സും വളരെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ശ്രീ ജോൺ കുന്നത്തും ഫാദർ യുഹാനൻ ജോണും റവറൻ ജേക്കബ് കെ മനച്ചനും 3 പേരും അവരുടെ വിലപ്പെട്ട സമയം ആത്മാർത്ഥതയോടെ ചെലവഴിച്ച് ഈ പ്രസന്റേഷൻ ചെയ്തു. അവരോടും വിചാരിക്കുള്ള ഏറ്റവും ആത്മാർത്ഥമായ നന്ദിയെ ഈ സമയത്ത് അറിയിക്കട്ടെ. വന്നു ചേർന്ന എല്ലാവരോടും തീർച്ചയായിട്ടും അതിൽ കൂടുതൽ നന്ദി ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നോർത്ത് കേരള സൈഡായസിൽ നിന്നൊക്കെ ഇന്നലെ വൈകുന്നേരം പോലുമാണ് തീരുമാനിച്ചിട്ട് അതികാലത്ത് അവിടുന്ന് അവർ തിരിച്ചതുകൊണ്ടാണ് ഇന്ന് ആ സമയത്ത് എത്തിയത്. അതുപോലെ തന്നെ മേലുകാവ് ഭാഗത്തു നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്നൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇപ്പം അലക്സ് അച്ഛൻ വെച്ച നിർദ്ദേശം ഒരു വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സാധ്യമാണ് എങ്കിൽ ഒന്നിച്ച് അതിനുള്ള തയ്യാറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സൊല്യൂഷനാണ്. നമുക്ക് ഒരു ഓവർനൈറ്റ് സ്റ്റേക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തുടർന്നുള്ള ചർച്ചയിലൂടെ പ്രത്യേകിച്ച് അവർ അത്രയും ദൂരം നിന്നൊക്കെ വരുമ്പോൾ അത് പ്രയോജനമാകണമെങ്കിൽ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. അതെല്ലാവരും വില്ലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കാൻ 100% സമ്മതമാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ സെപ്റ്റംബർ മാസം 24-ാം തീയതി 10:30 എന്നുള്ള ആദ്യം വന്ന സജഷൻ തൽക്കാലം ഫോളോ ചെയ്യുന്നു. സെപ്റ്റംബർ 24-ാം തീയതി 10:30 അടുത്ത നമ്മുടെ സെഷൻ നടക്കാം. 10:30 തൊട്ട് 3 വരെ. പിന്നീട് അന്നത്തെ ചർച്ചയിലൂടെ അതിന് മാറ്റം വരുത്തണമെങ്കിൽ പിന്നീടുള്ള സെഷനെ കുറിച്ച് നമുക്ക് അന്നേരം ആലോചിക്കാം. എങ്കിലും കുറച്ച് സമയത്തേക്ക് വേണ്ടി ആണെങ്കിലും ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ വന്നു ചേർന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ വിചാരയുടെ പേരിൽ ആത്മാർത്ഥമായിട്ട് അറിയിക്കട്ടെ. വിചാരി എന്നോടൊപ്പം ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത് അധ്വാനിച്ച എല്ലാവരെയും വളരെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന മാമി സാറിനും ഔദ്യോഗികരുടെ പേരില്ല വി ശിവൻ സാറിനും എല്ലാവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കട്ടെ. വി ശിവൻ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫോളോ കത്ത് അയക്കും. കഴിഞ്ഞ പ്രാവശ്യം അത് അയച്ചു, ഇമെയിലും അയച്ചു, ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. ഇനിയുമാണെങ്കിലും തുടർന്നും വിചാരം അത് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും രജിസ്റ്ററിൽ ഇനിയും പേര് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിലും, കാരണം ഈ 3 മാധ്യമങ്ങളും ഉപയോഗിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വേറൊന്നുകൊണ്ടല്ല, ഒരു കാരണവശാലും മെസ്സേജ് കിട്ടാതെ പോകരുതെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം വരാത്തവർ, കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് മിക്കവർക്കും അഡ്രസ് ഉണ്ട്. ഇപ്രാവശ്യം പുതിയതായിട്ട് വന്നവർ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തിയിട്ട് പോകാവൂ എന്ന് വളരെ പ്രത്യേകം ഓർമ്മിക്കുന്നു. രണ്ടാമത് വിശ്വാസ് സാർ പറഞ്ഞ പോലെ ആ മെസ്സേജ് കിട്ടുമ്പോൾ ഇന്ന മീഡിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ തിരിച്ച് ഒരു റിപ്ലൈ, അത് പോസ്റ്റിലാകാം, ഇമെയിലാകാം, ഫോണിലാകാം, ഫോണിൽ വിളിച്ചു പറഞ്ഞോ മെസ്സേജ് അയച്ചോ, പക്ഷെ ഒന്ന് കൺഫേം ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു മീഡിയ ഉപയോഗിച്ച് അതിനെ കാണിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത്ര എഫേർട്ട് എടുത്തെങ്കിലും
അതിൽ കുറെ പേരെങ്കിലും അറിയിക്കാതെ തന്നെ വരാറുണ്ട്. അപ്പം നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം തരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടെ വിനീതമായിട്ട് പറയുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ വിചാരങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റാൻസ പാടി അവസാനിപ്പിക്കാം. ആത്മാവ വഴികാട്ടി പാടി. വാത്സല്യമുള്ള ഞങ്ങളുടെ പ്രിയമുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വിശ്വസ്തതയാൽ ഈ സമയം വരെ ഞങ്ങളെ കൃപയിൽ മറച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന നിന്റെ പ്രിയമുള്ള മക്കളെല്ലാം അവിടുത്തെ വലിയ ഉദ്ദേശത്തിന് വേണ്ടി കൂട്ടിച്ചേർത്ത അവിടുത്തെ അതിശയകരമായ നടത്തിപ്പിനായിട്ട് തിരുനാമത്തിൽ നന്ദി കരയിക്കുന്നു. ഈ ഒരു കാലം മുഴുവനോട് ഞങ്ങളെ ചിന്തിക്കുവാനും കർത്താവെ കാണുവാനും എന്റെ ദൈവമായ കർത്താവെ അവിടുന്ന് തന്നിരിക്കുന്നതായിട്ടുള്ള വെളിച്ചങ്ങളെ പകരുവാനും സ്വർഗം ഞങ്ങൾക്ക് അവസരം ഒരുക്കുന്നതിനായിട്ടും സ്തോത്രം. ഞങ്ങളെ കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ മെനഞ്ഞ് അവിടുത്തെ ഹിതപ്രകാരം പ്രവർത്തിപ്പാൻ, അവിടുത്തെ കർത്താവെ വചനത്തിന്റെയും വെളിച്ചത്തിന്റെയും ആത്മാവിന്റെയും നല്ല സൂക്ഷിപ്പുകാരായി ജീവിപ്പാൻ ഈ നാളുകളെ ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ പ്രിയമുള്ള ദൈവമേ, ജോർജന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം. എന്റെ ദാസനെ നീ അവിടുന്ന് വിളിച്ചിരിക്കുന്ന ഉദ്ദേശം സ്വർഗം പൂർത്തീകരിക്കുന്നതിനായിട്ട് നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ആ ശരീരത്തെ നിന്റെ ദീർഘായുസ്സുകൊണ്ട് അനുഗ്രഹിക്കണമേ. ആ ജ്ഞാനത്തെ സ്വർഗത്തിലെ വെളിച്ചം കൊണ്ട് ദീപ്തമാക്കണമേ. ഇന്ന് പേപ്പർ അവതരിപ്പിച്ച എല്ലാ പ്രിയമുള്ള ദാസരെയും സ്വർഗത്തിന്റെ കൃപയാൽ നിറയ്ക്കണം. കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളോടും യേശുവിന്റെ സ്നേഹവും അവിടുത്തെ ജ്ഞാനവും ഇടപെട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയുമായിരിക്കാൻ, ഞങ്ങൾ ജീവിക്കുന്നത് സമൂഹത്തിന്റെ വെളിച്ചത്തിനായിരിക്കാൻ പരിശുദ്ധനെ അവിടുത്തെ കൃപ നൽകണമേ. ഞങ്ങളോട് കൂടി നിന്നിരുന്ന എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, ഈ സ്ഥാപനം നടത്തുവാൻ നിന്റെ മക്കളെ സഹായിച്ചായിട്ടും ശ്രദ്ധിക്കുന്നു. വിചാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ മാനിക്കണം, നടത്തിപ്പുകാരെ അനുഗ്രഹിക്കണം. അവരുടെ കർത്താവെ പ്രവർത്തിപ്പാൻ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ട് സന്തോഷിച്ചുവല്ലോ, ആ സന്തോഷം നിലനിന്ന് വീണ്ടും കാണുവോളം കൃപയിൽ മറയ്ക്കണം. ഞങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് പിരിയുന്നു, വീണ്ടും കാണുവോളം കാര്യങ്ങൾ മറയ്ക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാ മഹത്വം തിരുവേണ്ടി തന്നെ എടുക്കണമേ. യേശുവിന്റെ അധികാരങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.